ഇന്ന് പത്രവാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു 2 കോവിഡ് മരണങ്ങളുടെ റിപ്പോർട്ടുകളെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു. കോവിഡ് മരണങ്ങൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കോവിഡ് മൂലമുണ്ടായ മരണങ്ങൾ തന്നെയാണോ എന്ന് കൃത്യമായി വെരിഫൈ ചെയ്യാതെ കോവിഡ് മരണങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുന്ന പ്രവണത വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ്? ആളുകളുടെ അനാവശ്യമായ ഭീതി, ഇതൊരു മാരക രോഗമാണെന്നും ഇത് മൂലം കൂട്ടത്തോടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമുള്ള തെറ്റായ ഒരു ധാരണ പരത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഞാൻ ഇവിടുത്തെ സർക്കാരിനെ കുറ്റം പറയുന്നില്ല. കാരണം WHO അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു കേസ് എടുക്കുമ്പോഴത്തേക്ക് പൂതക്കുളത്ത് നിന്നുള്ളൊരു കേസാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ്, അതായത് കിഡ്നി മാറ്റിവയ്ക്കൽ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞും ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കിഡ്നിയുടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അസ്വസ്ഥതകളുണ്ടാകും. ആ അസ്വസ്ഥതകളുടെ പേരിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഉടനെ തന്നെ ഒരു കോവിഡ് ടെസ്റ്റ് നടത്തുകയും കോവിഡ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിനെപ്പറ്റി ചില തീരുമാനങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കോവിഡ് ബാധിച്ച ഒരു മനുഷ്യനാണ് എന്ന് തീരുമാനിക്കുകയും മരണം കോവിഡ് മൂലമാണെന്ന് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ശുദ്ധമായൊരു അസംബന്ധമാണ്. അത് ഗവൺമെൻറ് അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു വരുന്നത്. ഇത്തരത്തിൽ യാതൊരു ശാസ്ത്രീയതയുമില്ലാതെ ഒരു മരണത്തെ നിർവചിക്കുവാനുള്ള അവകാശം ഇവിടുത്തെ വൈദ്യശാസ്ത്ര വകുപ്പിനില്ല, ആരോഗ്യശാസ്ത്ര വകുപ്പിനില്ല. മറ്റൊരു കേസ് വർക്കലയിൽ നിന്നുള്ളൊരു സബ് ഇൻസ്പെക്ടർ മരിച്ചു എന്നുള്ളതാണ്. ഹൃദയാഘാതമാണ് മരണത്തിനുള്ള കാരണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, ഹൃദയ സംബന്ധമായ രോഗം ഒരാൾക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ ഹൃദയ സംബന്ധമായ രോഗമുള്ള ഒരാൾ മരിച്ചു, അദ്ദേഹത്തിനും കോവിഡ് ടെസ്റ്റ് നടത്തി. കോവിഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ അവിടെയും പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ കണ്ടു. നെഗറ്റീവ് ആയാൽ പോലും ഏതെങ്കിലും പൂർവ്വകാലത്ത് പോസിറ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ പോസിറ്റീവിനെ പറ്റി എന്തെങ്കിലും സങ്കല്പം ഉണ്ടെങ്കിൽ നമ്മളുടനെ അതിനെ ഈ കൂട്ടത്തിൽ ചേർക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തെറ്റുകളാണ്. അതായത് WHO എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനല്ല. കാരണം വെച്ചാൽ കേരളത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ മരണത്തിൻ്റെ കാരണം എന്താണെന്ന് നിർണ്ണയിക്കാനുള്ള ശാസ്ത്ര പരിജ്ഞാനമുള്ള, അനുഭവ പരിചയമുള്ള ധാരാളം ഡോക്ടർമാരുണ്ടായിരിക്കെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന മരണങ്ങളൊക്കെ ഇങ്ങനെയാണ് വകയിരുത്തേണ്ടത് എന്ന് WHO നിന്ന് ഒരു സായിപ്പ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപുച്ഛമടക്കി അതനുസരിച്ച് കോവിഡ് മരണത്തിൻ്റെ പട്ടിക തികയ്ക്കുന്ന ഈ സർക്കാരിൻ്റെ നയം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴും ഇത് ആവർത്തിക്കേണ്ടി വരുന്നതിൽ തീർച്ചയായിട്ടും ദുഃഖമുണ്ട്, പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഇതോടൊപ്പം എനിക്ക് പറയാനുള്ള മറ്റൊരു കാരണം, ഈ അടുത്ത ദിവസം തന്നെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ കോവിഡ് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കോവിഡ് വാക്സിനേഷൻ എടുക്കുമ്പോൾ വളരെ കോഷ്യസ് ആയിരിക്കണമെന്നും ഡെത്ത് സംഭവിക്കാമെന്നും പുറം രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന ഒരു ഗ്രൂപ്പാണ്. ദേ ആർ ഓഫറിങ് ദീസ് വാക്സിൻസ് ടു പ്രഗ്നൻ്റ് വിമൻ. ഐ വാൺ യു, ആസ് ഐ ലേൺ ദി ഹാർഡ് വേ with much guilt and regret, do not take the vaccine, especially if pregnant. I had the cipher on 6th of February. On the 21st, 5 days later, I woke up hemorrhaging and lost my baby boy at 17 weeks, losing 5 pints of blood. The news, the doctors tell you it is safe now. It is not. I am not the only one either. ഇതിപ്പോൾ ഒരു സിംഗിൾ ഔട്ട് ചെയ്യുന്നൊരു കേസാണ്. പക്ഷേ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ഈ ഗർഭിണികളായ പ്രഗ്നൻ്റായ സ്ത്രീകൾക്ക് ഇത് കൊടുക്കണമോ എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മസ്റ്റല്ല. ഇതിൻ്റെ ഒരു ടെസ്റ്റ്
യാതൊരു കാരണവശാലും ഏതൊരു സാഹചര്യത്തിലും ഇതൊരു മസ്റ്റല്ല. അതിന് കാരണം ഞാൻ ഇതിൻ്റെ ഈ പറയുന്നതിൻ്റെ ഒടുവിൽ ഞാൻ ഈ ഡോക്ടർ AK ശേഷാദ്രിയും ഡോക്ടർ ജേക്കബ് T. ജോണും അവർ CMC വെല്ലൂരിലെ അതിപ്രഗത്ഭന്മാരായ ഡോക്ടർമാരായിരുന്നു. അവരെഴുതിയ ഒരു ലേഖനത്തിൽ അവർ പറയുന്നുണ്ട്, അതായത് ഒരു RT-PCR ടെസ്റ്റ് കൂടാതെയും നിങ്ങൾക്ക് ഒരു രോഗിയെ ചികിത്സിക്കാൻ പറ്റും. ഒരു ശ്വാസകോശ രോഗിയാണ്, ചികിത്സിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു എക്സ്റേ എടുക്കാം, വേണ്ടി വന്നാൽ ഒരു CT സ്കാൻ എടുക്കാം. ഇത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതിൻ്റെ റിസൾട്ടിന് ആക്യുറസി ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രഗ്നൻറ്റ് വുമൺ ആണ് എന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷുഡ് നോട്ട് ബി ഗിവൻ ടു ദി കൊറോണ ടെസ്റ്റ്. അതായത് രോഗമില്ല ഉള്ളവനും ഇല്ലാത്തവനും രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഈ ടെസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ദർ ആർ ക്ലിനിക്കൽ വേയ്സ്, എസ്റ്റാബ്ലിഷ്ഡ് ക്ലിനിക്കൽ വേയ്സ് ടു ഡിറ്റക്റ്റ്. അപ്പോൾ നമ്മുടെ രോഗം ഡയഗ്നോസ് ചെയ്യുന്നതിന് സ്ഥാപിതമായിട്ടുള്ള ഒരുപാട് മാർഗങ്ങളുണ്ടായിരിക്കെ പലതരം വ്യാധികൾ പിടിപെട്ട് പലതരം സങ്കടങ്ങളുമായി ആശുപത്രിയെ സമീപിക്കുന്ന ജനങ്ങളെ പരിശോധിക്കുമ്പോൾ എന്തു വന്നാലും നിങ്ങൾ ഈ ടെസ്റ്റ് നടത്തി ടെസ്റ്റിൻ്റെ ആ ഒരു പാതയിൽ കൂടി മാത്രമേ രോഗനിർണയം നടത്തൂ എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഹൃദയാഘാതം അതുമൂലം തന്നെ സംഭവിച്ചു വന്നിരിക്കും. കാരണം വെച്ചാൽ കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഉള്ളൊരു പേഷ്യൻ്റാണ്. നിങ്ങൾ കൊടുക്കുന്ന മരുന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ പാരസെറ്റാമോൾ തന്നെ ഓവർഡോസ് കൊടുത്തു കഴിഞ്ഞാൽ മരിച്ചു പോവും, ഹൈഡ്രോക്ലോറോക്കിൻ കൊടുത്തു കഴിച്ചാൽ മരിച്ചു പോവും. ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് 1000 ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് ഇത് തന്നെ ആവർത്തിക്കുകയാണ്. അല്ലെങ്കിൽ ഡോക്ടർമാരത് അങ്ങനെ ആവർത്തിക്കുന്നില്ലെങ്കിൽ പോലും, സെൻസിബിളായിട്ടുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ അത് ആവർത്തിക്കുന്നില്ലെങ്കിൽ പോലും അവർ ഒറിജിനലായിട്ടുള്ള പറഞ്ഞില്ലേ, ഇപ്പോൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ ഒരു രോഗി മരിച്ചു, അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും ഈ തരത്തിൽ കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഉള്ള ഒരു രോഗി മരിച്ചു, അവർ സ്വാഭാവികമായിട്ട് ഇതൊന്നും നോക്കാതെ തന്നെ ചെയ്യാൻ കഴിയുന്നുള്ളവരാണ്. പക്ഷെ അവരെ കൊണ്ടുപോലും ഈ തരത്തിൽ ഹോസ്പിറ്റലിൽ നിന്നൊരു സർട്ടിഫിക്കറ്റും റിപ്പോർട്ടും വാങ്ങിപ്പിക്കത്തക്ക തരത്തിൽ നമ്മുടെ ഈ പറഞ്ഞില്ലേ ഭരണകൂടം നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്ത് നടത്തുന്ന ഒരു ഇടപെടൽ അത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമായി തീരുന്നത്. കാരണം ഇവിടെ നിന്ന് കാര്യങ്ങൾ ചോർത്തി അങ്ങോട്ട് കൊടുക്കുകയും അവിടുന്ന് ഇത്രയധികം ടെസ്റ്റ് കിറ്റുകൾ നിങ്ങൾ വാങ്ങണമെന്ന് ഇങ്ങോട്ട് പറയുകയും അതനുസരിച്ച് ബഹുശതം കോടികളുടെ ടെസ്റ്റ് കിറ്റുകൾ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്. അതിലൊരു നല്ല ഷെയർ കേരള ഗവൺമെൻറ്റും വാങ്ങിയിട്ടുണ്ട്. ആ ടെസ്റ്റ് കിറ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ ടെസ്റ്റ് കിറ്റുകൾ ഫോറിൻ സപ്ലയേഴ്സാണ് അതിനുള്ളത്, പുറത്തുനിന്നാണ് നമ്മൾ വാങ്ങുന്നത്. അത് മുഴുവനും വാങ്ങുമ്പോൾ എന്താണ് ഇതിൻ്റെ ഈ ഒരു ബിസിനസ്സിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റ് കിറ്റ്സാണ്, നമ്മളത് എക്സാമിന് ചെയ്യുന്നു, അത് വെരിഫൈ ചെയ്യുന്നു, അതിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് നമ്മളുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, എന്നിട്ട് അക്രഡിറ്റഡ് ആയിട്ടുള്ള ലാബിൽ അത് പരിശോധിക്കുന്നു. അങ്ങനെ വരുന്ന റിസൾട്ടാണ് എന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമാണ്, അതിന് മാത്രമേ ശാസ്ത്രീയമായ അനുമതിയുള്ളൂ. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഈ വലിയ മാനുഫാക്ചറിങ് കമ്പനികളിൽ നിന്ന് ടെസ്റ്റ് കിറ്റുകൾ ഇങ്ങോട്ട് വരുത്തുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ ടെസ്റ്റ് കിറ്റുകൾ വരുത്തിയിട്ട് അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അത് കൂട്ടത്തോടെ ദിവസം നിങ്ങൾ 1,32,000 ടെസ്റ്റുകൾ നമ്മുടെ ജനങ്ങൾക്ക് മേൽ പ്രയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് പറഞ്ഞില്ലേ, അത് ഒരു അറവുകാരനാണ്. ഈ മനുഷ്യത്വത്തിൻ്റെ അറവുകാരന് മാത്രമേ അങ്ങനെ ഒരു ഹീനമായ കൃത്യം ചെയ്യാൻ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് വെരിഫൈഡ് ആയിട്ട് അല്ലാതെ ഉള്ള ഒരു ടെസ്റ്റ് കിറ്റ് അക്രഡിറ്റഡ് അല്ലാത്ത ഒരു സ്റ്റേഷനിൽ കൊടുത്ത് അവിദഗ്ധമായ ഒരു അനാലിസിസ് നടത്തി നിങ്ങളുടെ മേൽ ഒരു രോഗം ആരോപിച്ച് നിങ്ങൾ എവിടെയും രോഗപ്പെരുപ്പം ഉണ്ടാക്കുമ്പോൾ അതൊരു വലിയ കുറ്റമായി തീരുകയാണ്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയുള്ളതാണെങ്കിൽ ഈ എത്ര പറഞ്ഞാലും കേൾക്കാത്ത പോലെ ഞാൻ ബധിരനാണ് എന്നുള്ള മട്ടിൽ അഭിനയിച്ചുകൊണ്ട് ഇത് തന്നെ ആവർത്തിക്കുന്നു. ഇതിൻ്റെ മുഖ്യ ഉപദേശകൻ ഡോക്ടർ അഷീൽ എന്ന് പറയുന്ന ഒരാളാണ്. അയാൾക്ക് ഈ മെഡിക്കൽ സയൻസുമായിട്ട് എന്തെങ്കിലും പുലബന്ധമുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഈ ഒരു പാതകത്തിന് കൂട്ടു നിൽക്കില്ല. അയാൾ ഇന്ന് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇതിൽ വന്നിട്ട് അയാളിരുന്ന് കരയുകയാണ്. അതാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ 200 പേരിൽ കൂടുതൽ ഒരു വിവാഹത്തിലും പങ്കെടുക്കാൻ പാടില്ല. ഈ സോഷ്യൽ ഗ്യാതറിങ്ങിലും കൂടെ ഒന്നും അല്ല ഇവിടെ ഒരു അപകടവും സംഭവിച്ചത്.
മുഖം മൂടി ധരിക്കാത്തത് കൊണ്ട് ഇവിടെ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ഇയാൾ അതിനെ പറ്റി ഓർത്ത് കരയണ്ട. ഇയാൾക്ക് സ്വാതന്ത്ര്യമുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്ന് കരഞ്ഞാൽ മതി. ഇയാൾ വരുത്തി വെച്ച വിനയാണിത്. ഇയാൾ സോഷ്യൽ സുരക്ഷാ മിഷൻ്റെ ചെയർമാനായിരുന്നു കൊണ്ട് ഇയാൾ ചെയ്തത് എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഇയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇയാൾക്ക് ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ എന്തെങ്കിലും പറഞ്ഞില്ലേ ഒരു ഉളുപ്പെങ്കിലും ഉണ്ടാകേണ്ടതാണ്. അതിന് പകരം ഞാൻ അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ അയാളെ തെറി വിളിച്ചു, അല്ലാതെ എന്ത് ചെയ്യാനാണ്? ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. എന്ത് അഹങ്കാരമാണിത് നിങ്ങൾ പറഞ്ഞില്ലേ? ദിവസം നിങ്ങൾ 35,000 പേര് നിങ്ങൾ രോഗികളായിട്ട് ലൊക്കേറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ആരെ ഇതിന് അധികാരം തന്നിരിക്കുന്നത്? ഏത് ശാസ്ത്രീയ വിദ്യയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദിവസം ഇത്രയധികം ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ യഥാർത്ഥ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾ അമ്പരന്ന് പോകും. നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു പുതിയ നാഗരികതയുടെ ഘട്ടത്തിലാണോ, അതോ നമ്മൾ ഏതോ ഈ പണ്ട് പറഞ്ഞതുപോലെ ഇനി വല്ല ഈ ആലീസ് ഇൻ വണ്ടർലാൻഡ് അല്ലെങ്കിൽ പണ്ട് ഈ ഡോർസിൻ്റെ ഈ ജനാർദൻ സ്വിഫ്റ്റിൻ്റെ ഇതിന് പറയുന്നത് പോലെ ഏതോ ഒരു അപരിചിത രാജ്യത്താണോ, ഏതോ ഒരു അപനാഗരികതയിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് സങ്കടം തോന്നും. കാരണം വെച്ചാൽ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് ഒരു സാമാന്യമായിട്ടുള്ള ഒരു ശരാശരി വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സഹനീയമല്ലാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും അവൻ ഞെളിഞ്ഞിരുന്നു കൊണ്ട് സമൂഹത്തിൻ്റെ ഉപദേശിയായിരുന്നുകൊണ്ട് പറഞ്ഞില്ലേ, ഇത്ര നികൃഷ്ടമായൊരു പ്രവർത്തനം പബ്ലിക്കായിട്ട് ചെയ്തിട്ട് പരസ്യമായിട്ട് വന്നിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളുടെ ജീവനെ ഓർത്ത് ഞാൻ കരയുകയാണ്, എൻ്റെ കണ്ഠം ഇടറുകയാണെന്ന് പറയുമ്പോൾ എത്ര ആയിരം പേരെ നിങ്ങളുടെ വിവരമില്ലായ്മ അവരുടെ ജീവിതം തുലയ്ക്കുന്ന ഒരവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചു. നിങ്ങൾ കൊണ്ടുവരുന്ന ലോക്ക്ഡൗണുകൾ, നിങ്ങൾ കൊണ്ടുവരുന്ന അസ്വതന്ത്രതകൾ, നിങ്ങൾ കൊണ്ടുവരുന്ന മുഖം മൂടികൾ, നിങ്ങൾ കൊണ്ടുവരുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ വിലക്കുകൾ, അതിനെല്ലാം കാരണം ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു അതിവ്യാപനം ഉണ്ടായിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, യു വിൽ ഹാവ് ടു പ്രൂവ് ഇറ്റ് ഈവൻ ഇൻ എ സിംഗിൾ കേസ്. ഒരൊറ്റ കേസിലെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള ഒരു കൊറോണ വൈറസിനെ നിങ്ങൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുഴുവൻ സവിശേഷതകളും കൂടെയുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് മേശപ്പുറത്ത് വയ്ക്കാൻ പറ്റുമോ? അതൊന്നുമില്ലാതെ ദിവസം 1,30,000 40,000 ടെസ്റ്റുകൾ നിങ്ങൾ നടത്തുകയാണ്. എവിടെ നടത്തുന്നത്? കേരളത്തിന് അതിനുവേണ്ടിയുള്ള എഫിഷ്യൻസിയുള്ള ലാബുകൾ എന്താണ്? അതിൻ്റെ കഥകൾ, അതായത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധന്മാരായിട്ടുള്ള ഡോക്ടർമാർ അതിനെക്കുറിച്ച് പറയുന്ന കഥകൾ ഞാൻ അവസാനം നിങ്ങളോട് പറയുമ്പോഴാണ് ഇവർ പറയുന്നത് എന്തുമാത്രം അക്രമമാണ്. ഞാൻ ഏറ്റവും പരുഷമല്ലാത്ത ഇത്തരം പ്രവൃത്തികൾക്ക്, ഇത്തരം മനുഷ്യത്വഹീനമല്ലാത്ത, മനുഷ്യനെ കൂട്ടമായി തകർക്കുന്ന, ഒരു മനുഷ്യ സമൂഹത്തെ കൂട്ടമായി തകർക്കുന്ന ഈ അരുംകൊലകൾക്ക് തുല്യമായി ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ കശാപ്പുകാരെ വിമർശിക്കാൻ പറ്റിയ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിലല്ല ഞാൻ സംസാരിക്കുന്നത്, വളരെ മൃദുവായ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ടെലിവിഷനിൽ ഇവൻ്റെ മുഖം കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് ചെയ്യുക? അവൻ ഇപ്പോഴും അഹങ്കരിക്കുകയാണ് വന്നിരുന്നുകൊണ്ട്. അവനിങ്ങനെ ജീവനിങ്ങനെ രക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കി വെച്ച വിപത്ത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാവുന്നതാണ്. അതായത് ഇവിടെ 1,31,000 കൂട്ട ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള ലാബ് ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു സാമാന്യ ബുദ്ധിയുള്ള ആശുപത്രികളുടെ അടുത്തുകൂടെ പോയിട്ടുള്ള ഒരാൾക്ക് പോലും അറിയാവുന്നതാണ്. അതുപോലും അറിയാത്തവനെന്നുള്ള നാട്യത്തിൽ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഇക്ബാലിൻ്റെ കഥ പറഞ്ഞു. ഇക്ബാലിന് എന്തിനാണ് ഈ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കുറ്റപ്പെടുത്തിയ ഒരു പ്രമേയം പാസ്സാക്കിയത്? അതായത് ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ വിവരങ്ങൾ ശേഖരിച്ച് മക്കാദർ ഫൗണ്ടേഷൻ്റെ ധനസഹായത്തോടു കൂടി പുറം രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊടുക്കുന്നതിനാണ്. അവർക്ക് ഈ വിവരങ്ങൾ, ഇവിടുത്തെ ആരോഗ്യ വ്യവസ്ഥയുടെ വിവരങ്ങൾ എന്താണെന്നുള്ളതിനെപ്പറ്റി, അതിൻ്റെ സ്ഥിതിവിവരക്കണക്കുകൾ അതിനെപ്പറ്റി അവരിങ്ങോട്ട് ഈ പറഞ്ഞില്ലേ ഒരു ക്വസ്റ്റ്യനെയർ ഇങ്ങോട്ട് തരും. അതനുസരിച്ച് ഒരു സർവേ നടത്തി അതിൻ്റെ വിവരങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നതിനാണ് ഡോക്ടർ ഇക്ബാലിന് ഈ വിദേശ ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് അതൊരു പ്രശ്നമായി. അപ്പോൾ അതിനെതിരെ ഒരു കോടതി വിധിയൊന്നും അതിന് നടന്നില്ല. ഈ തരത്തിൽ രാജ്യത്ത് വിറ്റുകൊണ്ടിരിക്കുന്നവരും അടങ്ങുന്ന ഈ ദേശീയ സുരക്ഷാ മിഷൻ, ആരോഗ്യ സുരക്ഷാ മിഷൻ ആരുടെ
ആരുടെ ആരോഗ്യത്തെയാണ് രക്ഷിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാനിപ്പോൾ ബ്രിട്ടാസിൻ്റെ കാര്യം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണെന്നുള്ളതാണ്. ഒരു സ്പ്രിംഗ്ലറിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് സ്വകാര്യതയുടെ പ്രശ്നമാണ് നിങ്ങൾ ഉന്നയിച്ചത്. ഇതല്ല, ഇത് നമ്മുടെ ആരോഗ്യപരമായ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ എത്ര ടെസ്റ്റ് കിറ്റുകൾ വിറ്റഴിക്കാമെന്ന് വിദേശ കമ്പനികൾക്ക് ഒരു കമ്പോളം എന്ന നിലയിൽ ഇന്ത്യയിൽ എത്ര ടെസ്റ്റ് കിറ്റുകൾ വിറ്റഴിക്കാമെന്ന് വിവരം നൽകുന്നതാണ്. ഇപ്പോൾ ശരിക്കും ഞാൻ പെട്ടെന്ന് ഒരു ഇതിലേക്ക് ഞാൻ വരാൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തിലേക്കല്ല, ഞാനൊരു കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന അവരുടെ ഇത് തന്നെ, ഫാൾട്ടി ടെസ്റ്റ് കാർഡ്സ് ആൻഡ് ഇൻകമ്പാറ്റബിൾ കിറ്റ്സ് ക്രിയേറ്റ് ഡൗട്ട്സ് ഓൺ കോവിഡ് റിസൾട്ട് ആക്യുറസി ഇൻ കേരള. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മുഖ്യ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്, ഫാൾട്ടി ടെസ്റ്റ് കാർഡ്സ് ആൻഡ് ഇൻകമ്പാറ്റബിൾ കിറ്റ്സ് ക്രിയേറ്റ് ഡൗട്ട്സ് ഓൺ കോവിഡ് റിസൾട്ട് ആക്യുറസി ഇൻ കേരള. കോവിഡ് റിസൾട്ട് ആക്യുറസിയെ പറ്റി ആളുകൾക്ക് ഭയവും സംശയവും ഉണ്ടായിരിക്കുന്നു എന്നുള്ള പത്ര റിപ്പോർട്ട് വരുമ്പോൾ ഈ പത്ര റിപ്പോർട്ടിന് മറുപടി പറയാൻ ബാധ്യസ്ഥനായ ഒരാൾ അങ്ങനെയൊന്നുമില്ല, ഞാനിങ്ങനെ ടെസ്റ്റ് നടത്തുന്നു, ഞാൻ കൺഫേം ചെയ്യുന്നു, ഞാൻ രോഗം സ്ഥിരീകരിക്കുന്നു, ഞാനാണ് ഇതിൻ്റെയൊക്കെ അധികാരി എന്നുള്ള തരത്തിലുള്ള അഹന്തയോട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആളുകളുടെ മുമ്പിലിരുന്ന് കരയുകയാണ്. അയ്യോ, നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിനുള്ളിൽ അടഞ്ഞു കെട്ടിയിരിക്കാതെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലോകം തന്നെ കീഴ്മേൽ മറിയില്ലേ? ഇതാരെ പേടിപ്പിക്കാനാണ്? ഇതിനേക്കാളും വലിയ മലകളും പർവ്വതങ്ങളും ഉരുണ്ടു വരുമ്പോഴും അതിനെ തടുത്തു നിർത്താനുള്ള നെഞ്ഞൂക്കുള്ള ഒരു സമുദായമാണ് കേരളത്തിലെ മനുഷ്യ സമുദായം എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ഈ തരം പേപ്പിടി കാട്ടരുത്. പ്രിയപ്പെട്ട ഡോക്ടർ അഷീൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾ ആർക്കു വേണ്ടി പണിയെടുക്കുന്നുവോ, ആരുടെ ഏജൻ്റായി പണിയെടുക്കുന്നുവോ ആ യജമാനെ തൃപ്തിപ്പെടുത്തിക്കൊള്ളൂ. അയാളുടെ നിന്ന് കാശ് വാങ്ങി നിങ്ങൾ വേണ്ട പോലെ നിങ്ങളുടെ ഈ സ്വകാര്യ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തിക്കൊള്ളൂ. അതിലൊന്നും നമുക്ക് യാതൊരു പരാതിയുമില്ല. പക്ഷേ വസ്തുതകൾ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രം റിപ്പോർട്ട് ചെയ്യുകയാണ്, സിവിയർ ഡൗട്ട്സ് അബൌട്ട് ദി ആക്യുറസി ഓഫ് ദി ടെസ്റ്റ് ഇൻ കേരള. ആ ഈ ടെസ്റ്റിൻ്റെ ആക്യുറസിയെ പറ്റി സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വേറെടുത്ത് പറയുന്നുണ്ട്, in the case of RT-PCR, the kits procured from Sygen Pharma and Surgicals and distributed are not compatible with the machines available at some government laboratories. ഇത് ഗവൺമെൻറ് ലബോറട്ടറീസ് ആണ് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളത്. ആ ഗവൺമെൻറ് ലബോറട്ടറീസിൽ വരുമ്പോഴത്തേക്ക് അവിടെ വെച്ച് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള RT-PCR കിറ്റ്സാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഓഫ് ഓൺലൈൻ കാർഡ്സ്, അതായത് ഇതിൻ്റെ ഈ KMSCL എന്ന് പറയുന്ന കേരളത്തിലെ ഈ ഇതിനെ അധികാരപ്പെടുത്തിയിരിക്കുന്ന സംഘടനയാണ് ഇത് വാങ്ങുന്നത്. വാങ്ങുമ്പോഴത്തേക്ക് അവർ പറയുന്നത്, അറ്റ് ദി സെയിം ടൈം RT-PCR kits being used had multiple problems including compatibility and absence of cross verification to check any discrepancy. ഇത് നമുക്ക് ക്രോസ് വെരിഫിക്കേഷൻ നടത്താൻ കഴിയാത്ത ഒരവസ്ഥ RT-PCRലുണ്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനമാണ് വാങ്ങുന്നത്. അവർ പറയുന്നത്, ദി ഡിസിഷൻ ടു സെൻഡ് ബാക്ക് ദി ആൻറ്റിജൻ ടെസ്റ്റ് കാർഡ്സ് ഈസ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ലെവൽ എക്സ്പെർട്ട് കമ്മിറ്റി ഫോർ COVID-19. ഇതിൻ്റെ ഒരു വിദഗ്ധ സമിതി ഉണ്ടല്ലോ, അവരുടെ റെക്കമെൻഡേഷന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇവരെ കുറ്റം പറയാനാക്കില്ല. KMSCL എന്ന് പറയുന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെ കുറ്റം പറയാനാക്കില്ല. ദി ഡിസിഷൻ ടു സെൻഡ് ബാക്ക് ദി ആൻറ്റിജൻ ടെസ്റ്റ് കാർഡ്സ് ഈസ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ലെവൽ എക്സ്പെർട്ട് കമ്മിറ്റി ഫോർ COVID-19. അതായത് ഈ എക്സ്പെർട്ട് കമ്മിറ്റിയിൽ ഡോക്ടർ അഷീലും ഇക്ബാലും പിന്നെ ഡോക്ടർ പിണറായി വിജയനും ഒക്കെ ഉള്ള ഈ എക്സ്പെർട്ട് കമ്മിറ്റി, പിന്നെ വേറെ ഏതൊക്കെ IMA ഡോക്ടർമാർ അതിനകത്തുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ റെക്കമെൻഡേഷൻ വെച്ച് ഇത് തിരിച്ചയക്കാൻ വേണ്ടി വാങ്ങിച്ചത്. RT-PCR ടെസ്റ്റിൻ്റെ കഥയും അതാണ്. കാര്യം ഒരു ക്രോസ് ചെക്കിങ്ങിനുള്ള സാധ്യത പോലുമില്ല. ആദ്യം കാണുന്ന റിസൾട്ട് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം പറയാനാവില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. ആസ് പെർ എ ഡോക്യുമെൻ്റ് അവൈലബിൾ ഇൻ ദിസ് regard, it was on November 11 that KMSCL, a central procurement agency for all essential drugs and equipment for all public healthcare institutions under the department, placed an order for the supply of 1 lakh rapid antigen test cards
മൈലാബിൻ്റെ 1,00,000 റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് കാർഡ്സിന് വേണ്ടിയുള്ള ഓർഡർ നവംബർ 11 കൊടുത്തു. ഇത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ആൻറ്റിജൻ ടെസ്റ്റ് ഈസ് നോട്ട് ഫോർ ക്ലിനിക്കൽ യൂസ് എന്ന് ഇവരുടെ തൊട്ടപ്പനായ WHO പോലും പറയുമ്പോഴാണ് ഈ 1,00,000 കാർഡ് ഇവിടെ വരുത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കൂ. അതായത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പോസിറ്റീവോ ഒരു ടെസ്റ്റ് നെഗറ്റീവോ കൺഫേം ചെയ്യാൻ പറ്റുകയില്ല എന്നും ഇതിനൊരു സ്ക്രീനിങ്ങിൻ്റെ ലെവലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാമെന്നും പറയുന്ന ഈ ടെസ്റ്റിന് 1,00,000 ഓർഡർ കൊടുത്തു. ദി ടോട്ടൽ ഓർഡർ വാല്യൂ വാസ് ₹4.59 crore. 4.59 കോടി രൂപയ്ക്ക് ഈ തരത്തിൽ ഈ സാർവദേശീയ അടിസ്ഥാനത്തിൽ WHO പോലും, അതായത് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ടെസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിശ്ചയിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഈ സാധനം വാങ്ങാനായിട്ട് 4.59 കോടി രൂപ ചിലവാക്കി നമ്മുടെ ഈ പറഞ്ഞില്ലേ വിദഗ്ധ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈ സ്ഥാപനം വാങ്ങി. അത് ഒരു ഇൻസ്റ്റൻസ് മാത്രമാണ്. നവംബർ 11 ചെയ്ത ഒരു ക്രൂര കൃത്യം മാത്രമാണ്. നവംബർ 11 അവർ അത്രയും വാങ്ങിയിരിക്കുന്നു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആകുമ്പോഴത്തേക്ക് ഇലക്ഷൻ ആകുന്നുണ്ട്. അപ്പോൾ നവംബർ 11 അവർ എന്തിനാണ് ഇത് ഇത്രയും വാങ്ങിക്കൂട്ടിയത്? ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇവിടെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തള്ളിക്കളയേണ്ട. ഓഫ് ദി 1,00,000 cards ordered, 62,085 cards were used. Complaints were reported about 5,020 cards. അതിൽ 62,858 കാർഡ് ഉപയോഗിച്ചപ്പോൾ 5,020 കാർഡിനെ പറ്റി കംപ്ലൈൻറ്റ് വന്നു. ഇൻ ദി വെയ്ക്ക് ഓഫ് ദി സെയിം ഇറ്റ് വാസ് ഡിസൈഡഡ് ടു സെൻഡ് ബാക്ക് ദി റിമൈനിങ് 32,122 കാർഡ് തിരിച്ചയക്കാൻ വേണ്ടിയുള്ള തീരുമാനമായി. ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇത് പറ്റിയതല്ല എന്നുള്ളത് കൊണ്ട് ഇതിൽ അനുഭവപരിചയമുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ തിരിച്ചയക്ക്, ആളുകളുടെ മേൽ കെട്ടിയേൽപ്പിക്കരുത് എന്ന് പറയുകയാണ്. ഇവിടെ അങ്ങനെയല്ല. വാങ്ങിച്ചു കൂട്ടിയതല്ലേ, ഇത്ര കോടി ചിലവാക്കിയതല്ലേ, ഇതിന് വിറ്റഴിക്കേണ്ടതല്ലേ. അതായത് നിങ്ങൾ വിൽക്കുന്ന ഒരു പറഞ്ഞില്ലേ ഈ ബേബീസ് മിൽക്കിൽ ഒരു എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പാർട്ടികൾ ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഒരു കരിഞ്ചത്ത കച്ചവടക്കാരൻ എന്താ ചെയ്യുക? അവൻ ആ സാധനം എടുത്ത് മാറ്റി വയ്ക്കുമോ? വരുന്ന ഒരു കസ്റ്റമറിൻ്റെ തലയിൽ അത് കെട്ടിവയ്ക്കും. അപ്പോൾ ഒരു പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നിങ്ങളുടെ കടയിലിരിക്കുന്നതെങ്കിൽ പോലും അത് ഒരു കസ്റ്റമറുടെ തലയിൽ കെട്ടിവെച്ച് അവൻ്റെ ബാധ്യത ഒഴിക്കുന്നത് പോലെ ഈ തരത്തിൽ പൊള്യൂട്ടഡ് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഗുണവുമില്ലാത്ത 1,00,000 കോടി രൂപ ചിലവാക്കി ഇവിടെ വാങ്ങിച്ചിട്ട് അതിൽ ഈ പറഞ്ഞില്ല അവശേഷിച്ച 32,122 കാർഡും തിരിച്ചയക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരവസ്ഥ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് പിണറായി വിജയൻ എല്ലാ ദിവസവും വന്നിട്ട് ഞങ്ങൾ 1,41,000 ടെസ്റ്റുകൾ നടത്തി, അതിന് പ്രകാരം ഇന്ന് 35,000 പേരെ ഞങ്ങൾ രോഗം സ്ഥിരീകരിച്ചു. അങ്ങനെ സ്ഥിരീകരിക്കാൻ പറ്റില്ല പിണറായി വിജയൻ സഖാവേ എന്ന് പറഞ്ഞതാണ്. കേൾക്കുന്നില്ല. ശ്രവണശേഷി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ വിവരം സമാർജിക്കാനും അത് തലച്ചോറിൽ വെച്ച് പാകം ചെയ്തെടുക്കാനുമുള്ള മനുഷ്യൻ്റെ ഒരു ശേഷി കൊണ്ടാണ് മനുഷ്യനായിത്തീരുന്നത്. ആ ഒരു അവസ്ഥ നഷ്ടപ്പെട്ട് ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ തെരുവിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു സാധാരണക്കാരൻ മാത്രമാണ്. പത്രങ്ങളിൽ ആധികാരികമായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് വായിച്ച RT-PCR ടെസ്റ്റിൻ്റെ കഥ വേറൊന്നാണ്. നമ്മുടെ ഗവൺമെൻറ് ലാബുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇത് അവിടവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല, റിസൾട്ട് കിട്ടുന്നില്ല, അവർക്കിത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വൈ? ബിക്കോസ് ദി ടെസ്റ്റ് കിറ്റ് ഈസ് ഇൻഫെക്റ്റഡ്. അതായത് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് കിറ്റിൻ്റെ കഥ ഇന്നലെ ഞാൻ CDSനെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അതിൻ്റെ കഥയിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പാടായിരിക്കും. ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് കിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കുമെന്ന് ഈ തരത്തിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള
ടെസ്റ്റ് കിറ്റ് കൊടുത്ത CDC തന്നെ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വരുമ്പോൾ അവർ പറയുന്നുണ്ട് അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഇവിടെ നമുക്കറിയാം, കാസർഗോഡൊക്കെ വന്നിട്ട് ആഴ്ചകളോടൊന്ന് കാത്തു കിടന്നിട്ട് അവർക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ പരിശോധിക്കുന്നവരുടെ കുറ്റമല്ല, നമുക്ക് പരിമിതരായിട്ടുള്ള ഈ പറയുന്ന ലാബ് ടെക്നീഷ്യൻസിന് മാത്രമേ ഇതിന് സാമർഥ്യമുള്ളെങ്കിലും അവർ ജീവൻ കളഞ്ഞിരുന്ന് പരിശോധിക്കുകയാണ്, എന്തോ അത്യാവശ്യമെന്നും പറഞ്ഞു. അവരെ കൊണ്ട് പറ്റുന്നില്ല, ടെസ്റ്റ് റിസൾട്ട് താമസിക്കുകയാണ്. പിന്നെ അവസാനം ഡോക്ടർ അഷീലും പിണറായി വിജയനും കൂടെ ആയിരിക്കും ടെസ്റ്റ് റിസൾട്ട് എഴുതുന്നത്. അല്ലാതെ ഒരു ലാബ് ടെക്നീഷ്യന്, ഓണസ്റ്റ് സത്യസന്ധനായ ഒരു ലാബ് ടെക്നീഷ്യന് അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിന് ഈ പറഞ്ഞില്ലേ ഈ സാധനം വെച്ച് കിട്ടുന്ന ഈ ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് ഒരു റിസൾട്ട് കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നിങ്ങൾ 1,30,000 പേർക്ക് ടെസ്റ്റ് നടത്തി അവിടെ യാതൊരു പ്രശ്നം അവർ കാണുന്നില്ല. എന്തിനാണ്, ആരിൽ നിന്നാണ് നിങ്ങളിത് മൂടി വയ്ക്കുന്നത്? ജനങ്ങളിൽ നിന്ന് ഇത് മൂടി വയ്ക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? അതായത് നിങ്ങൾ ഒരു മഹാമാരിയെ നേരിട്ടാണ്, നമ്മൾ പറഞ്ഞില്ലേ ഈ സിമ്പതി തോന്നിയ ആളുകളെല്ലാം നിങ്ങൾക്കിങ്ങനെ പണം തന്നുകൊണ്ടിരിക്കുകയാണ്. പണം തന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ഠം ഇടറുകയാണ്. ഈ ഒരു ഐക്യം കാണുമ്പോൾ എനിക്ക് ഈ നമ്മുടെ ഈ ഒന്നിച്ചു നിൽക്കാനുള്ള ശേഷിയെപ്പറ്റി അഭിമാനം തോന്നുകയാണ്. ഈ മനുഷ്യരെല്ലാം ഒന്നാണ്, മനുഷ്യൻ്റെ ജീവൻ്റെ വില വലുതാണ്, ജീവൻ്റെ വില ഏറ്റവും വലുതാണ് എന്ന് ദിവസവും ഉപദേശ പ്രസംഗം നടത്തുന്ന ആൾ ഈ തരത്തിലുള്ള ഈ കുഴപ്പങ്ങൾ, അതായത് വളരെ സങ്കീർണമായ കുഴപ്പങ്ങൾ നിങ്ങളുടെ ഈ ടെസ്റ്റിൽ ഉണ്ട് എന്നുള്ള വസ്തുതയെ നിങ്ങൾ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ ഇപ്പോൾ ഒരു സ്പ്രിംഗ്ലർ കേസിൻ്റെ പേരിലോ ഇപ്പോൾ ലൈഫ് മിഷൻ്റെ കേസിലോ ആഴക്കടൽ കേസിൻ്റെ പേരിലോ M8 നിങ്ങൾ ഭൂമി പതിച്ചു കൊടുത്തതിൻ്റെ പേരിലോ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ പീനലൈസ് ചെയ്യപ്പെടണമെന്നുള്ളത് പിന്നീട് കാലം തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഈ കുറ്റകൃത്യത്തിന് നിങ്ങൾ പീനലൈസ് ചെയ്യപ്പെടേണ്ടി വരേണ്ടതാണ്. ഇവിടെ ഒരു നീതിന്യായ കോടതി ഉണ്ടെങ്കിൽ സോ മോട്ടോ നിങ്ങളുടെ പേരിൽ കേസെടുക്കേണ്ടതാണ്. ഈ തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത്, അതായത് പബ്ലിക് ട്രഷറിയിൽ നിന്ന് ഏതാണ്ട് 5 കോടി രൂപ ചെലവഴിച്ച് ആൻറ്റിജൻ ടെസ്റ്റ് കാർഡ് വാങ്ങിയിട്ട് അത് നിരുപയോഗമാണ് എന്ന് പറഞ്ഞിട്ടത് മടക്കി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മടക്കി കൊടുക്കണമോ എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കാൻ ചിന്താവിഷ്ടരായിരിക്കുന്ന ഇവിടുത്തെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി, അതിൻ്റെ കമ്മിറ്റിയുടെ ഡയറക്ടർ ഈ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന് കരയുകയാണ്, ജനങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങൾ പുറത്തിറങ്ങി സഞ്ചരിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾ മാസ്ക് ധരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മാസ്ക് ധരിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് വെച്ചിട്ട് മാസ്ക് ധരിക്കാത്തതിൻ്റെ പേരിൽ ഈ ഇൻഫെക്ഷൻ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. കാരണം വെച്ചാൽ യു കനോട്ട് പ്രൂവ് എനി ഇൻഫെക്ഷൻ ഹിയർ ഇൻ കേരള. വെച്ചാൽ ഇതെല്ലാം ബോഗസ് ടെസ്റ്റുകളാണ്. ബോഗസ് ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇൻഫെക്ഷൻ നിങ്ങൾ കൺഫേം ചെയ്യുന്നത്? നിങ്ങൾ ഒരു ഇൻഫെക്ഷൻ ഇവിടെ കൺഫേം ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ നിങ്ങൾ ഇലക്ഷന് പ്രചരണം നടത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആൾക്കൂട്ടം ഉണ്ടായതുകൊണ്ടാണ്, മാസ്ക് ധരിക്കാത്തത് കൊണ്ടാണ്, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് നിങ്ങൾ പറയുന്നത്? ആളുകൾക്ക് പലതരത്തിലുള്ള രോഗങ്ങളും രോഗലക്ഷണങ്ങളും അല്ലെങ്കിൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വിശേഷാൽ വിധിയായിട്ടൊന്നും നടന്നിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വൈറസ് ഇവിടെ ഉണ്ടെന്നും ആ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നും അതിന് കാരണം നിങ്ങൾ മാസ്ക് ധരിക്കാത്തതാണെന്നും നിങ്ങൾ പുറത്തിറങ്ങി സഞ്ചരിക്കുന്നതാണെന്നും ലോക്ക്ഡൗൺ ഇല്ലാത്തതാണെന്നും നിങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ക്യാൻ യു പ്രൊവൈഡ് എ സിംഗിൾ ഇൻസ്റ്റൻസ്, ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാമോ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായതായിട്ട്? മാസ്ക് ധരിക്കാത്തതിൻ്റെ പേരിൽ, ആളുകൾ കൂട്ടം കൂടിയതിൻ്റെ പേരിൽ, ഇലക്ഷൻ പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ, ഒരു ഇലക്ഷൻ യോഗം നടത്തിയതിൻ്റെ പേരിൽ. ഞാൻ പറയട്ടെ, ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നടത്തിയ അതൊരു വൈകാരികമായൊരു ഇതാണ്. തിരിച്ച് ജന്മനാട്ടിലെത്തുകയും അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു താരനിശ നടത്തി അദ്ദേഹത്തിൻ്റെ ഈ ഇലക്ഷൻ പ്രചരണത്തിന് സമാപനം കുറിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളോട് കൂടിയിട്ടുണ്ട്. ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നമ്മൾ മാസ്ക് ധരിച്ചുകൊണ്ടിരുന്നാൽ അതിൽ ചില പ്രശ്നങ്ങൾ അതിൽ നിന്നുണ്ടാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൂട്ടമാകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ളൊരു ഫ്രീഡമാണ് വേണ്ടത്. ഒരു തൊട്ടടുത്ത ആളിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക്
ഈ ബ്രീത്ത് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മൂടിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതല്ലാതെ ഈ തരത്തിലൊരു ഇൻഫെക്ഷൻ ഉണ്ടായതായിട്ട് ഏതെങ്കിലും ഒരു ആൾക്കൂട്ടം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ പറയണം, നിങ്ങളിങ്ങനെ ഇറങ്ങി നടക്കാൻ പാടില്ല, മറ്റേതാണ് അവിടെ ഇരിക്കുന്ന സായിപ്പ് സീസണൽ ഫ്ലൂവിന് ഉണ്ടാക്കിയിട്ടുള്ള സോഷ്യൽ വാക്സിനേഷൻ്റെ ആ നിബന്ധനകൾ മുഴുവൻ അപ്പാടെ ഇവിടെ പകർത്തി വയ്ക്കണമെന്ന് പറയുമ്പോൾ അത് ഇവിടെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതിന് നിങ്ങൾ ഒരു എംപിരിക്കൽ ലെവലിൽ അനുഭവജ്ഞാനത്തിൻ്റെ തലത്തിൽ ഒരു സ്റ്റഡി നടത്തിയിട്ട് നിങ്ങൾക്കത് പറയാൻ കഴിയണം. അങ്ങനെ പറയാൻ കഴിയാത്ത നിങ്ങൾ എപ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് പുറത്തിറങ്ങരുതേ, അന്യനെ നോക്കരുതേ, കാണരുതേ, മുഖം മറച്ചു നടക്കണേ എന്നൊക്കെ ഇരുന്ന് എപ്പോഴും ഉപദേശിച്ചുകൊണ്ട് കാര്യമല്ല. ഈ സോഷ്യൽ വാക്സിനേഷൻ കൊണ്ട് ഇവിടെ ഒരു ചില്ലിക്കാശിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടില്ല. മനുഷ്യൻ്റെ അസ്വതന്ത്രത, മനുഷ്യൻ്റെ ജീവനോപാധികൾക്ക് വിലങ്ങ് വെച്ചിട്ട് അവനെ മരവിപ്പിച്ച് അവൻ്റെ ജീവനിൽ ഭീതി നിറച്ചു എന്നൊരു കുറ്റകൃത്യത്തിൽ കവിഞ്ഞ് മറ്റൊന്നും നിങ്ങൾക്ക് ഈ സോഷ്യൽ വാക്സിനേഷൻ കേരളത്തിൽ നിങ്ങൾക്ക് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു 10 ഉദാഹരണം എടുത്തിട്ട് 10 പേര് മാസ്ക് ധരിക്കാതെ നടന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 10 പേരെ സ്വതന്ത്രമായിട്ട് മാസ്ക് ധരിക്കാതെ ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് വിടുക. 10 പേരെ ഞാൻ തരാം, അതിന് തയ്യാറായിട്ടുള്ളവരെ, സഞ്ചരിക്കാൻ തയ്യാറായിട്ടുള്ളവരെ. അവരുടെ നിങ്ങൾ പറയുന്നത് ഒരു ജീവൻ്റെ വെല്ലുവിളിയാണ് അല്ലെങ്കിൽ പകർത്തുന്നവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരട്ടെ. ആർക്കൊക്കെ പകർത്തുന്നുണ്ട്, എന്നാലും അവർക്ക് പകരണമല്ലോ, അവർക്കുണ്ടായാലേ അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പോൾ അത് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നില്ല. ചെയ്യാതെ ഇരുന്നു കൊണ്ട് പുരപ്പുറത്ത് കയറി ഇരുന്നു കൊണ്ട് ഈ തരത്തിലുള്ള അഭ്യാസങ്ങൾ നടത്തുന്നത് ഒരിക്കലും ഒരു പറഞ്ഞില്ലേ, ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഈ അതിതീവ്ര വ്യാപന ശേഷിയുള്ള ഈ വകഭേദങ്ങളെപ്പറ്റിയൊക്കെ ഉള്ള ചില മിത്തുകൾ ഇവിടെ പുറത്ത് വരുന്നുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും പിണറായി വിജയന് ഈ ആഫ്രിക്കക്കാരനായിട്ടുള്ള ഒരു വൈറസിനെ മുൻകാല പരിചയം ഉണ്ടായിരുന്നു. അദ്ദേഹവും ഈ വൈറസ് ഒന്നിച്ച് പഠിച്ചതാണ്. പിന്നെ വേറൊന്ന് കാനഡയിൽ നിന്ന് വരുന്നതാണ്. പിന്നെ ഡബിൾ മ്യൂട്ടേഷൻ സംഭവിച്ച, ഇപ്പോൾ ഡബിൾ പ്രൊമോഷൻ കിട്ടിയതുപോലെ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ക്ലാസ്സിൽ ഡബിൾ പ്രൊമോഷൻ കിട്ടി. അതുപോലെ ഡബിൾ മ്യൂട്ടേഷൻ സംഭവിച്ച കുറേ വൈറസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആധികാരികത എവിടെയാണ് സഖാവ് അങ്ങനെ പറയരുത്. സഖാവ് ഒരു ജീവിതകാലം മുഴുവനും പൊതുപ്രവർത്തന രംഗത്ത് ജനങ്ങൾക്കിടയിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. നിങ്ങൾ ഈ തരത്തിൽ ഒരു ബ്യൂറോക്രാറ്റ് അധപ്പതിച്ചാൽ എന്തായിത്തീരും? അതിനേക്കാളും താണ നിലവാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുന്ന, കബളിപ്പിക്കുന്ന, ഈ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന പ്രസ്താവനകൾ എടുത്ത് വായിക്കരുത്. അത് ചെയ്യരുത്, നിങ്ങളത് ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ വേറെ ഒരു ഭാഗത്തോട്ട് കടക്കുകയാണ്. ഈ ലോകത്ത് ഈ കോവിഡ് ഉണ്ടായതിന് ശേഷം കോവിഡ് മൂലം മരണമുണ്ടായി എന്ന് അമേരിക്കൻ പറഞ്ഞില്ലേ, ഈ US ഹെജമണിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രചരണം, ഈ പറഞ്ഞില്ലേ, ഈ ബാൾട്ടൺ റിപ്പബ്ലിക്കുകൾ എങ്ങനെയാണ് ഏറ്റെടുത്തു. ഇപ്പോൾ ഇത് തന്നെ ഇവിടുത്തെ ഒരു പറഞ്ഞില്ലേ, എക്സ്ട്രാ ഡെത്തിൻ്റെ ഒരു കൗണ്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ ഇവിടെ പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ബാൾട്ടിക്കൻ നേഷൻസിലാണ് ഈ എക്സ്ട്രാ ഡെത്ത് ഇല്ലാതെ ഡെത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്നൊരു റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യൂറോപ്യൻ സയൻറ്റിസ്റ്റ് ക്വസ്റ്റ്യൻ പാൻഡമിക്. അതായത് ഇത് അവൻ്റെ ഡേറ്റൊക്കെ അവരിട്ടിരിക്കുന്ന അവരുടെ ഒരു ഭാഷയിലാണ്. ജൂലൈയോ മറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ യൂറോപ്യൻ സയൻറ്റിസ്റ്റ് ക്വസ്റ്റ്യൻ പാൻഡമിക്. A high-profile European pathologist is reporting that he and his colleagues across Europe have not found any evidence of any deaths from novel coronavirus on that continent. ഈസ്റ്റ് യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ ഒരാളെങ്കിലും ഈ നോവൽ കൊറോണ വൈറസ് കൊണ്ട് മരിച്ചതിനെ സംബന്ധിച്ചുള്ള തെളിവ് ഈ ഭൂഖണ്ഡത്തിൽ, ഈസ്റ്റ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് ഈ യൂറോപ്യൻ സയൻറ്റിസ്റ്റ് പറയുന്നത്.
ഡോക്ടർ സ്റ്റോയിൻ അലക്സോ called the World Health Organization a criminal medical organization. അദ്ദേഹം അതിനെ വിളിച്ചത് ഒരു ക്രിമിനൽ മെഡിക്കൽ ഓർഗനൈസേഷൻ. നമ്മൾ മുന്നിൽ ദിവസവും പ്രത്യക്ഷപ്പെടുന്ന ക്രിമിനലുകളെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ മെഡിക്കൽ ക്രിമിനലുകൾ എല്ലാ ദിവസവും പാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ആധികാരികമായി പറയാൻ ശേഷിയില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ആധികാരികമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒരു എമിനൻ്റ് പാതോളജിസ്റ്റ് അദ്ദേഹം അവിടുത്തെ അയാളുടെ രാജ്യത്തെ ഈ പറഞ്ഞില്ലേ ബൾഗേറിയയിലെ പതോളജി അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അവിടെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്നത് എൻ്റെ ഭൂഖണ്ഡത്തിൽ ഈസ്റ്റ് യൂറോപ്പിൽ ഇങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടതായിട്ട് തെളിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സൂററ്റിൽ 1994 സൂററ്റിലെ ഡോക്ടർമാരും പറഞ്ഞതാണ്, നിങ്ങൾ ആ ബാക്ടീരിയയെ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് തരൂ, ഞങ്ങൾ സമ്മതിക്കാം. ആ തരത്തിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം എന്നവർ പറഞ്ഞു. അതുപോലെ ഇദ്ദേഹവും പറയുകയാണ്, ഒരാളെങ്കിലും ഈ നോവൽ കൊറോണ വൈറസ് കൊണ്ടാണ് മരിച്ചതെന്ന് ഉള്ളതിനുള്ള തെളിവ് എൻ്റെ ഭൂഖണ്ഡത്തിൽ, എൻ്റെ കോണ്ടിനെൻറ്റിൽ എവിടെ എനിക്ക് കണ്ടെത്താൻ പറ്റും? എൻ്റെ രാജ്യത്തിലെന്നല്ല പറയുന്നത്, ബൾഗേറിയയിൽ മാത്രമല്ല, ആ ഒരു സെക്ടറിൽ മുഴുവനും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യാപനം അങ്ങോട്ട് ചെന്നിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ടെസ്റ്റ് കിറ്റ് അങ്ങോട്ട് ചെന്നിട്ടില്ല. ആ ടെസ്റ്റ് കിറ്റ് ചെന്നാലല്ലേ രോഗം വ്യാപിക്കൂ. രോഗം വ്യാപിച്ചാലല്ലേ അത് നോക്കി പരിശോധിച്ച് കണ്ടെത്താൻ പറ്റൂ. അതുകൊണ്ട് ഈ പൊള്യൂട്ടഡ് ടെസ്റ്റ് കിറ്റ് അങ്ങോട്ട് ചെന്നിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം WHO എ ക്രിമിനൽ മെഡിക്കൽ ഓർഗനൈസേഷൻ ഫോർ ക്രിയേറ്റിംഗ് വേൾഡ് വൈഡ് ഫിയർ, ലോകമാസകലം ഭയം വ്യാപിപ്പിക്കുന്ന ഒരു കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. ആൻഡ് കയോസ്, ആശയക്കുഴപ്പം, വിത്തൗട്ട് പ്രൊവൈഡിങ് ഓബ്ജക്റ്റീവ്ലി വെരിഫയബിൾ പ്രൂഫ് ഓഫ് എ പാൻഡമിക്. ഒരു പാൻഡമിക്കിൻ്റെ ഓബ്ജക്റ്റീവ് ആയിട്ട് വസ്തുനിഷ്ഠമായി വെരിഫൈ ചെയ്യാവുന്ന പ്രൂഫ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്ത WHO എന്ന് പറയുന്നതാണ്. ഇത് 1, 2, 3 രാജ്യങ്ങളിൽ കണ്ടു. അതുകൊണ്ട് ഇത് പാൻഡമിക് തന്നെയാണ്. വേറെ ഏത് രോഗമുള്ള ആളായാലും അയാൾ മരിക്കുകയാണെങ്കിൽ അയാൾ മരിക്കുന്നത് കോവിഡ് കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞ WHO ആണ്. അല്ലെന്ന് പറയട്ടെ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഒരു വെരിഫയബിൾ പ്രൂഫ് നിങ്ങൾക്ക് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊരു ക്രിമിനലായിട്ടുള്ള ക്രിമിനൽ മെഡിക്കൽ ഓർഗനൈസേഷനാണ് WHO എന്നാണ് അദ്ദേഹം പറയുന്നത്. ആഫ്റ്റർ സ്റ്റണ്ണിംഗ് റെവലേഷൻ ഫ്രം ബൾഗേറിയൻ പതോളജി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ അലക്സോ ഈസ് that he believes it is currently impossible to create a vaccine against the virus. അദ്ദേഹം പറയുന്നത് ഈ വൈറസ്, ഞാൻ പറഞ്ഞില്ല വൈറസ് നമ്മൾ വൈറസിന് ശേഷം നമ്മളിപ്പോൾ വാക്സിൻ്റെ കച്ചവടം, കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം ഇനിയിപ്പോൾ നമ്മൾ നടത്താൻ പോവുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ ഈ കച്ചവടക്കാരുടെ ഒരു യുഗത്തിൽ ജീവിക്കുമ്പോഴത് വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ ഭയന്ന് വിവശരായിരിക്കുന്നവർക്ക് ഇപ്പോൾ വേണ്ടത് പ്രത്യാശയാണ്. ഞാനിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് ഇല്ലാതെ അതിൻ്റെ ആൻറ്റിബോഡീസ് കണ്ടെത്താതെ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ വാക്സിൻ കണ്ടെത്താൻ പറ്റുക? അത് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് അസർട്ടൈൻ ചെയ്യാതെ എങ്ങനെയാണ് അതിൻ്റെ വാക്സിനേഷൻ നടത്താൻ പറ്റുക, വാക്സിൻ കണ്ടെത്താൻ പറ്റുക? അതുകൊണ്ട് വാക്സിനും ഒരു വലിയ ഫ്രോഡുലൻ പ്ലേ ആണെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. പക്ഷേ അത് ഇന്ത്യയിൽ, കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ജനങ്ങൾക്ക് ആരോഗ്യകരമായില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ട്രാപ്ഡ്. അവർ ഒരു വലിയ കുരുക്കിലകപ്പെട്ടിരിക്കുകയാണ്. കൊറോണ എന്ന് പറയുന്ന ഒരു കുരുക്കിലകപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ. അവിടെ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനുള്ള ഒരു പിടിവള്ളി, ഒരു പ്രത്യാശയുടെ പിടിവള്ളി എന്ന നിലയിൽ, അത് ശരിയായാലും തെറ്റായാലും, അത് പാട്ട കൊട്ടിയായാലും വിളക്ക് കത്തിച്ചായാലും അത് വാക്സിനിൽ കൂടിയായാലും നമ്മൾ അങ്ങനെ പിടിച്ച് കയറിയേ പറ്റൂ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വാക്സിൻ നിരസിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വാക്സിൻ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അതിനെപ്പറ്റി പറയുമ്പോൾ അത് പ്രാകൃതമല്ല എന്ന് പ്രാകൃതമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രോഗികളല്ലാത്തവരോ ആയ എല്ലാവരുടെയും വീട്ടിൽ വിഷുവിന് നിങ്ങൾ ഒരു കിറ്റ് കൊണ്ടെത്തിക്കുന്നുണ്ട്, വീട്ടിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. നിങ്ങൾ 2000 പേരുടെ ബ്രിഗേഡ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ബ്രിഗേഡ് ഉണ്ടാക്കുമ്പോൾ
നിങ്ങൾ ഈ ആളുകളെ വെയിലത്ത് വിളിച്ചു വരുത്തി ശിക്ഷിച്ച് ഇങ്ങനെ മണിക്കൂറുകളെല്ലാം കാത്തു നിന്ന് ഇതിനു വേണ്ടി യാചിക്കുന്ന ഒരവസ്ഥയിലെത്തിക്കുന്നതിന് പകരം വീടുകളിൽ ഇതെത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു ബ്രിഗേഡിനെ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ? ആരോഗ്യ പ്രവർത്തകരുണ്ടാകും. ആരോഗ്യ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം കഷ്ടമാണ്. 24 മണിക്കൂറും ഈ സ്യൂട്ടിനുള്ളിൽ കഴിയുന്ന അവർ മിക്കവാറും പേർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും. അവരുടെ കാര്യം കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അവരെ അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവരെ പറയില്ല. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് എൻ്റെ സ്കൂളിൽ വന്ന് വാക്സിനേഷൻ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. സ്കൂളിൽ എന്നെ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ വന്ന് വാക്സിനേഷൻ, ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലെല്ലാവരും ചെന്ന് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ പല കാര്യങ്ങളും വെരിഫൈ ചെയ്യാൻ വേണ്ടി പലരും വീട്ടിൽ വരുന്നുണ്ട്. ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ പല വീടുകളിലും പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ആളുകളെ ഈ തരത്തിൽ കളക്റ്റീവായിട്ട് കിട്ടുന്ന ഓഫീസുകൾ ഇപ്പോഴുണ്ട്, അല്ലാതെയുള്ള സ്ഥാപനങ്ങളുണ്ട്, പിന്നെ വീടുകളുണ്ട്. ഈ വീടുകളിൽ കൊണ്ടുപോയി ഇത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കിറ്റ് കൊടുക്കാമെങ്കിൽ കിറ്റിനേക്കാളും പ്രധാനം ഇപ്പോഴും വാക്സിനാണ്. വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിരോധമാണ്. പ്രതിരോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഒരു ബയോളജിക്കൽ പ്രതിരോധമാണ് എന്ന് പറയുകയല്ല, അത് മനഃശാസ്ത്രപരമായ ഏറ്റവും ഫലവത്തായ ഒരു പ്രതിരോധമാണ്. അതിൻ്റെ ഈ പറയുന്ന ഈ റിപ്പർക്കഷൻസ്, ശാരീരികമായ റിപ്പർക്കഷൻസ് എന്തൊക്കെ ആയാലും പോലും അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ നിങ്ങൾക്ക് ഈ പ്രത്യാശയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നിങ്ങളിത് കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ പീരങ്കി മൈതാനത്തും നിങ്ങൾ പറഞ്ഞില്ലേ അവിടെ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലും അവിടെ ഇവിടെയൊക്കെ വലിയ വലിയ ആൾക്കൂട്ടത്തെ വിളിച്ച് അവിടെ വഴിയിൽ കിടത്തി വെയിൽ കാഞ്ഞവർ വീഴുന്നതും ഉരുണ്ട് വീഴുന്നതൊക്കെ കണ്ട് ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് നമ്മളിപ്പോൾ അമൃത്സറിലെ ഫോട്ടോയും ഡൽഹിയിലെ ഫോട്ടോയും ഒക്കെ എടുത്ത് നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട്. ഇവിടെയൊക്കെ ഓരോ ദിവസവും സംഭവിക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് ഈ ഫ്രണ്ട് പേജിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും വളരെ ആകർഷകമായിരിക്കും. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും നമ്മൾ അധികം മതം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. അത് ചെയ്യുന്ന ഒരു നല്ല കാര്യമല്ല. ഒരു ഭരണ സംവിധാനത്തിൽ നമുക്ക് അതിനുള്ളൊരു മെഷീനറി ഉണ്ട്. നിങ്ങൾക്ക് 3,41,000 പേർക്ക് ഒരു ദിവസം ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള ശേഷിയുണ്ട്. വോളണ്ടിയേഴ്സുണ്ട്, പാവം മനുഷ്യരെ. അവർ ചെയ്യുന്നത് എന്താണെന്നറിയാതെ അവരൊരു ജനതയെ മുഴുവൻ അപകടത്തിലാക്കുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാതെ നിങ്ങൾ അവരെ പറഞ്ഞില്ല, അവരോട് ചെയ്യുന്ന ദ്രോഹം ഒരിക്കലും ആരോഗ്യ പ്രവർത്തകരോട് ചെയ്യുന്ന ദ്രോഹത്തിന് അതിൻ്റെ ശിക്ഷ എന്താണെന്ന് പറയാൻ കഴിയില്ല. അവർ വളരെ ആത്മാർത്ഥതയോടെ ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യുന്നൊരു പ്രവർത്തനം യഥാർത്ഥത്തിൽ പ്രതികൂലമായൊരു ഫലമാണ് സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നവർക്ക് അറിയാൻ കഴിയാതെ പോവുകയും അവരെ കൊണ്ട് നിങ്ങൾ ഒരു ദിവസത്തിൽ 2,41,000 ടെസ്റ്റ് എടുപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു അർബൻ ഏരിയസിലാണ് ഇപ്പോൾ ഈ കൂട്ടങ്ങളെല്ലാം കാണുന്നത്. പഞ്ചായത്തുകളിലൊന്നും അത്രയും വലിയ കൂട്ടങ്ങൾ കാണില്ല. പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ഒരു 2-3 ടീം ഉണ്ടെങ്കിൽ കുറേ ദിവസങ്ങൾ കൊണ്ട് ഇത് സപ്ലൈ ചെയ്ത് ഓരോ വാർഡായിട്ട് കവർ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഇത് വലിയ അത്യാവശ്യമാണെന്നും ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ മരിച്ചു പോകുമെന്നുള്ളൊരു ഇംപ്രഷൻ നിങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി. നിങ്ങൾ പ്രചാരണത്തിലൂടെ വാക്സിൻ ഇപ്പം തന്നെ കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകും എന്നൊരു ഇംപ്രഷൻ ഉണ്ടാക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം വേറൊന്നുമല്ല. ഇതിലിപ്പോൾ ഒരു 400 രൂപ കച്ചവടവും ഒരു 600 രൂപ കച്ചവടവുമായിട്ട് മോഡി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, അവരെയൊക്കെ ഇതിൽ ഏർപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്കെല്ലാം ചില്ലറ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ വീട് തോറും പണ്ടില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ സ്മോൾ പോക്സിൻ്റെ വാക്സിനേഷൻ വരുന്നു എന്ന് പറയുന്ന ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യുന്ന എൻ്റെ ഓർമ്മയനുസരിച്ചാണെങ്കിൽ ഞാനിപ്പോൾ ഈ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അത് ഏതാണ്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്ന കാലത്താണ് ഇത് ഏറ്റവും സജീവമായിട്ടത് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഓർമ്മ അതാണ്. അപ്പോൾ വീടുകളിൽ കൊണ്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അന്ന് വീടുകളിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇത്രയധികം വോളണ്ടിയേഴ്സൊന്നും നമുക്കില്ല. സ്കൂളുകളിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇത്രയധികം വോളണ്ടിയേഴ്സൊന്നും നമുക്കില്ല. ഇപ്പോൾ നമുക്ക് വലിയൊരു സന്നദ്ധ സംഘടനയുണ്ട്. ആ സന്നദ്ധ സംഘടന അത് പറഞ്ഞില്ലേ, ഇന്നലെ ഇതിൽ ഏറ്റവും ദുഃഖകരമായൊരു പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഈ പറയുന്നതിനിടയ്ക്ക് ഉമ്മൻചാണ്ടി ഒരു പ്രസ്ഥാനം ഇറക്കുന്നു, തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും. അപ്പോൾ വേറെ ആരും മുഖ്യമന്ത്രി വരെ ഞാൻ അതിൻ്റെ ടൈറ്റിൽസേ കാണുന്നുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം പറയുന്നത് കേട്ട് സഹിക്കാൻ നോക്കില്ല, ഇതെല്ലാം ഇവിടെ താങ്ങാനാവില്ല. അതുകൊണ്ട് അതിനൊരു മറുപടി അങ്ങനെ ആരും മനപ്പായസം ഉണ്ണണ്ട. അപ്പോൾ
ഈ മനപ്പായസം ഉണ്ണുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം. 2-ാം തീയതി ഒരു പായസ സദ്യ അനുഭവിക്കുന്നതിൻ്റെ രുചിയെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഇവിടെ. ഈ പറഞ്ഞില്ലേ, ഈ വാക്സിന് വേണ്ടിയുള്ള ക്യൂവിൽ മനുഷ്യൻ നിരാധാരമായി കിടന്ന് നിരങ്ങുമ്പോഴാണ് മനപ്പായസം ഉണ്ണുന്ന കുറേ ഭരണാധികാരികൾ അടുത്ത 5 വർഷവും കൂടി വെട്ടിത്തിന്നുവാൻ, തുടർന്നു പോകുവാൻ നമുക്ക് ഉറപ്പാണ് എന്ന് വിശ്വസിച്ച് അതിൻ്റെ സ്വപ്നങ്ങൾ കണ്ട് മലർന്നു കിടന്ന് ഉറങ്ങുന്ന ഒരു സമൂഹം നമുക്കുണ്ടായിരിക്കുന്നത്. അവരെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞില്ല, ഒരു ഒരു പ്രത്യേക സന്ദർഭത്തിൽ നിങ്ങൾ 35,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് നിങ്ങൾ മനപ്പായസം ഉണ്ണുന്നതിനെക്കുറിച്ച് കൂടി പറയുന്നത്. അപ്പോൾ അവിടെയും നിങ്ങൾ മനപ്പായസം ഉണ്ണും. 35,000 പേർക്ക് രോഗം സ്ഥിരീകരിക്കുമ്പോഴും അവരെ നിങ്ങൾ വീടുകളിൽ ചങ്ങലക്കിടുമ്പോഴും അവരുടെ മൂക്കും വായയും നിങ്ങൾ കെട്ടിയിടുമ്പോഴും നിങ്ങൾ മനപ്പായസം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി നടക്കാനിരിക്കുന്നത്. അത് രമേശ് ചെന്നിത്തലയല്ല, പിന്നെ അവിടെ ഇരിക്കുന്ന മോദിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അയാൾ മിക്കവാറും ഈ പറഞ്ഞില്ലേ ബൈഡന് കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ബൈഡന് കീഴ്പ്പെട്ട് കഴിഞ്ഞു, ഇനി എന്നെ രക്ഷിക്കൂ എന്നുള്ളൊരവസ്ഥയിൽ. അതായത് ബൈഡനും ട്രംപും തമ്മിലുള്ളൊരു മത്സരം, ആ മത്സരത്തിൻ്റെ ഒരു ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത് ട്രംപ് പറയുന്നു ഇങ്ങനൊരു രോഗം ഇവിടെ ഇല്ല, ട്രംപിൻ്റെ ആൾക്കാരും പറഞ്ഞു ഇതങ്ങനെ ഒരു വലിയ രോഗമല്ല, അതേസമയം ബൈഡനും പറഞ്ഞു ഇത് ഭയങ്കരമായിട്ടുള്ള രോഗമാണ്, ഇത് ട്രംപ് ഭരണകൂടത്തിൻ്റെ പരാജയമാണ്, ട്രംപ് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ടെന്ന്. അതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഡിബേറ്റ്. ഇപ്പോൾ ട്രംപ് പോയി, ബൈഡൻ വന്നു. ബൈഡൻ ട്രംപിനേക്കാളും കുറേ കൂടി ചൂഷണ സാമർഥ്യമുള്ള ഒരു ഭരണബോധത്തിൻ്റെ പിന്തുടർച്ചയാണ്. അയാൾക്ക് അവിടെ വലുതായിട്ടൊന്നും ചെയ്യാനില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അയാൾക്ക് ഈ കൊടിയും പിടിച്ച് ആയുധത്തിൻ്റെ ശക്തിയും പ്രസിഡന്റ് സ്ഥാനവും കൊണ്ട് നടക്കാനേ പറ്റൂ. എന്നാലും എനിക്ക് പറഞ്ഞില്ല, ഇപ്പോൾ ഒരു കാലത്ത് നമുക്ക് നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇടതുപക്ഷക്കാർക്ക് ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരു അകൽച്ചയുടെ ഇതുകൊണ്ട് അദ്ദേഹത്തോട് തോന്നുന്നൊരു അകൽച്ചയുണ്ട്, പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും. ഇപ്പോൾ അദ്ദേഹത്തോട് തോന്നുമ്പോൾ കഷ്ടമെന്ന് പറയാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരവസ്ഥയിൽ പ്രധാനമന്ത്രി ആയിരിക്കുക എന്ന് പറയുന്നത്, അത് ഉപേക്ഷിച്ചിട്ട് രാജിവെച്ചിട്ട് എന്നെ ഇതിന് കൊള്ളുകയില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി ആലോചിക്കുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്, കഷ്ടമാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരു ഭരണാധികാരി എന്ന് പറയുന്നതിനേക്കാളേറെ എന്തിനാണ് പിന്നെ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു. അതാണ് അതിൻ്റെ കഷ്ടം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അതേ പറയാനുള്ളൂ. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞില്ലേ എങ്ങനെയാണ് ബാർഗെയിൻ ചെയ്യുക, വാക്സിൻ പുറത്തുനിന്നുള്ള വാക്സിൻ വരുത്തുക, അകത്തുനിന്നുള്ള വാക്സിൻ വരുത്തുക, കമ്പനികൾക്ക് വാക്സിൻ കൊടുക്കുക, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വാക്സിൻ കൊടുക്കുക. ചുരുക്കത്തിൽ ഈ ആരോഗ്യശാസ്ത്ര വ്യവസായത്തിൻ്റെ ഭാഗമായിട്ട്, ആരോഗ്യശാസ്ത്ര വ്യാപാരത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന അതിക്രമങ്ങളുടെ ഒരു കാർമ്മികനായി ഇരുന്നു കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് തികച്ചും ഒരു കാർമ്മികനാണ്. പ്രജാപതി എന്ന് പറഞ്ഞ പണ്ടൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ഉപനിഷത്തുകളിൽ വരുന്നൊരു പ്രജാപതി ഉണ്ട്. പിന്നെ ഈ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന പൂജാവിധികൾ ചെയ്യുന്ന, കാർമ്മികത്വം ചെയ്യുന്ന, ഈ വേദങ്ങളുടെ വേദിക് റിച്വൽസിൻ്റെ സ്ഥാനത്ത് വരുന്ന യജമാനനുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നത്. വളരെ കഷ്ടമാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ. ഇതിൽ പരം കഷ്ടമെന്ന് പറയാനാവില്ല. ആ അവസ്ഥയിലാണ് അദ്ദേഹത്തിന്. എന്നിട്ടും അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ നമുക്ക് വിൽപ്പന നടത്താനാകും എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആശ്വാസകരമായ കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞുകൊണ്ട് വന്നത് അലക്സോവിൻ്റെ കാര്യമാണ്. അലക്സോ ഇതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാണ്. ദി സ്റ്റണ്ണിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റൈസ് മേജർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിംഗ് about officials and scientists' claims regarding the many vaccines they are rushing. ഞാൻ പറയാം, ആ ഭാഗം ഞാൻ വിട്ട് കളയുന്നു. വാക്സിൻ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. വി ഷുഡ് അക്സെപ്റ്റ് വാക്സിൻ. അത് നമുക്ക് അതായത് കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞില്ല, ഒരു കംഫർട്ടും ഒരു കൺസലേഷനുമാണ്. ഈ ഭയബോധം കൊണ്ട് നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടെങ്കിൽ ജനസമുദായത്തിന് കിട്ടുന്ന ഒരു അത്താണിയാണ് എന്നുള്ളത് കൊണ്ട് അതിനെ
നമുക്ക് നിഷേധിക്കാനാവില്ല. ഒരു മനഃശാസ്ത്രപരമായ പ്രയോഗം എന്നുള്ള തരത്തിൽ അതിൻ്റേതായ വാല്യൂ ഉണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്നത് ഹി ഹാസ് ബീൻ എ ഫിസിഷ്യൻ ഫോർ 30 years. He has a record and reputation that is impugnable. He is president of BPA, a member of ESP's advisory board, and head of the histopathology department of oncology. ഹിസ്റ്റോപതോളജിയിൽ വിവരമുള്ള ഒരാളാണ്. ഹിസ്റ്റോപതോളജി എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ഈ മൈക്രോസ്കോപ്പ് നോക്കിയിട്ട് ഈ ന്യൂക്ലിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എടുത്ത് അതിനെ ഡെസിഫർ ചെയ്യുന്ന അതിലെ ഏറ്റവും മുന്തിയ ഒരു ഡോക്ടറാണ്. ഹിസ്റ്റോപതോളജിയിലെ ഏറ്റവും മുന്തിയ ഡോക്ടറാണ്. ഇതൊക്കെ ചെയ്യുന്ന ഹിസ്റ്റോപതോളജിയാണ് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ്. ഇതൊന്നും ഈ ആൻറ്റിജൻ എന്ന ഹിസ്റ്റോപ്പതി അല്ല. RT-PCR ഒക്കെ എന്ന് പറയുന്നത് ഹിസ്റ്റോപതോളജിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ടെസ്റ്റാണ്, ഹിസ്റ്റോപതോളജിയാണ്. അപ്പോൾ ഹിസ്റ്റോളജിക്കലായിട്ടുള്ള ടെസ്റ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ഇതിൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ആധികാരികമായിട്ട് പറയുകയാണ് നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണ് എന്ന് പറയുകയാണ്. അദ്ദേഹം പറയുന്നത് ശരിയാണെന്നും അത് നമ്മൾ വെള്ളം തൊടാതെ വിഴുങ്ങണമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ WHO കാര്യങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങുമ്പോൾ അതിന് ഒരു എതിർമുഖമുണ്ട് എന്ന് കൂടി പറയുകയാണ്. അതൊരു ക്രിമിനൽ ഓർഗനൈസേഷനാണെന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുന്ന എൻ്റെ ഭൂഖണ്ഡത്തിൽ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഇതിനെ കാണിച്ചു തരാമോ എന്ന് ചലഞ്ച് ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ട് നിങ്ങളത് ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒറ്റയ്ക്കല്ല. ഫോർ എക്സാമ്പിൾ, ദി ഡയറക്ടർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് മെഡിസിൻ അറ്റ് ദി യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെൻറ്റർ ഹാംബർഗ്, ജർമ്മനിയിൽ ഹാംബർഗിൽ ഫോറൻസിക് മെഡിസിൻ സെൻറ്ററിലെ അവിടുത്തെ ഹെഡ് said in media interviews that there is a striking dearth of solid evidence for COVID-19's lethality. COVID-19ൻ്റെ മോർട്ടാലിറ്റിയെ പറ്റി അതിന് കൃത്യമായ എവിഡൻസ് ഇല്ല എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഫോറൻസിക് മെഡിസിൻ്റെ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെൻറ്റർ, ഹാംബർഗിലെ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെൻറ്ററിലെ ഫോറൻസിക് മെഡിസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. ഡയറക്ടർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് മെഡിസിൻ്റെ ഡയറക്ടറാണ് പറയുന്നത് ദർ ഈസ് നോ ഒബ്ജക്റ്റീവ് എവിഡൻസ് അബൌട്ട് ദി ലീഥാലിറ്റി. മരണകാരകൻ ആണ് ഈ കൊറോണ വൈറസ് എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ല എന്ന് ജർമ്മനിയിലെ ഹാംബർഗിലെ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പറയുകയാണ്. നമ്മളല്ലാതെ ഒരുപാട് രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഹാംലെസ് വൈറൽ ഇൻഫെക്ഷൻ. അത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഹാംലെസ് വൈറൽ ഇൻഫെക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ലീഥൽ. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ക്ലാസ് പുഷ്കൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറയുന്നതാണ്, ഹാംബർഗിലെ വിദഗ്ധനാണ്. പിന്നെ വീണ്ടും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അത് വരുന്നത് ഇത് ഈ ലേഖനം തന്നെ പ്രസാദനം ചെയ്ത റോസ്മേരി ഫ്രൈ, അവർ MSc മോളിക്കുലർ ബയോളജി, ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ അറ്റ് ദി യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗാരി, അവർ ആണ് വേറൊരാൾ. അവർ പറയുന്നത് ഈ കോഷിൻ്റെ ചില പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്, വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള പോസ്റ്റ്ലേറ്റ്സ്. അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഘടകങ്ങളും നിങ്ങളിതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് പറഞ്ഞിട്ടില്ല. അദ്ദേഹമാണ് ഈ ബാക്ടീരിയയുടെ ഇതിൻ്റെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത ഈ ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സാൾസ് CO2 എന്ന് പറയുന്നത് അത്ര ലീതലായിട്ടൊന്നുമില്ല, നമ്മൾ ഭയക്കേണ്ടതൊന്നുമല്ലെന്നും അതൊരു ഹാംലെസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ മാത്രമാണെന്നും അതങ്ങ് വന്നു പോകും എന്നും പറയുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട് എന്നുകൂടി നമ്മൾ അറിയുക. അതുകൊണ്ട് ഇത് നമ്മളെ കൊല്ലാൻ വരുന്നേ, നമ്മളെല്ലാം കൂടെ പേടിച്ചോടണേ, നമ്മൾ മുഖം മൂടി തിരിച്ച് നടക്കണേ, നമ്മൾ വീട്ടിനകത്തിരിക്കണേ, പുറത്തിറങ്ങരുതേ, നമ്മളെല്ലായിടും പൂട്ടിയിടണേ, ലോക്ക്ഡൗൺ ഉടനെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഇതങ്ങ് പടർന്ന് ഇവിടെയെല്ലാം കത്തി മനുഷ്യരെല്ലാം നാശമാണ്, ആളുകളെല്ലാം അങ്ങ് ഇതുമൂലം മരിച്ചോളൂ. ഇതുമൂലമൊന്നുമല്ല മരിക്കുന്നത് നിങ്ങളുണ്ടാക്കിയ ടോട്ടൽ അനാർക്കി, കൺജഷൻ ഇൻ ഹോസ്പിറ്റൽസിൽ അങ്ങനെ കൺജഷൻ ഉണ്ടാകാൻ പാടില്ല.
ഒരു ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം രോഗികൾ കുന്നുകൂടുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ഒരുപാട് ശ്വാസം മുട്ടലുകളുണ്ടാകും. നിങ്ങൾ ജനങ്ങളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ശ്വാസകോശ രോഗമാകണ്ട, മനുഷ്യനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ആ ശ്വാസം മുട്ടൽ നിങ്ങളുടെ മരണത്തിന് മതിയായ കാരണമാണ്. ഒരു ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ചലന സ്വാതന്ത്ര്യത്തെ, നിങ്ങൾക്ക് വാ തുറന്ന് സംസാരിക്കുവാനും ശ്വസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തെ, അതിനെയൊക്കെ മൂടിക്കെട്ടുമ്പോഴുണ്ടാകുന്നൊരു ശ്വാസം മുട്ട്. ആ ശ്വാസം മുട്ടിനേക്കാളും വലുതല്ല നമ്മുടെ ഈ പറയുന്ന പാത്തോളജിക്കലായിട്ടുള്ള ശ്വാസം മുട്ടെന്ന് പറയുന്നത്. ഇത് സൈക്കോപതോളജിക്കലായിട്ടുള്ള ശ്വാസം മുട്ടാണ്. ആ ശ്വാസം മുട്ട് കൊണ്ട് തന്നെ നിങ്ങളുടെ രോഗങ്ങൾ മൂർച്ഛിക്കുകയും നിങ്ങൾക്ക് ശാരീരികമായ ശ്വാസം മുട്ടലുകൾ ഉണ്ടാകുകയും, നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പോൾ മിക്കവാറുമുള്ള വീടുകളിലൊക്കെ ഇപ്പോൾ ഓക്സിമീറ്റർ ഉണ്ട്. ഈ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലികളിലൊക്കെ പ്രായമായ ആളുകളുടെ വീടുകളിലൊക്കെ ഒരു ഓക്സിമീറ്റർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ബ്ലഡിൽ എപ്പോഴാണ് ഓക്സിജൻ്റെ റേറ്റ് കുറവാകുന്നതെന്ന് അത് നോക്കിയാൽ അറിയാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഓക്സിജൻ സപ്ലൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്ന വീടുകളിൽ ജീവിക്കുന്ന ഒരാളുണ്ട്. അത് കൊറോണ കാരണമൊന്നുമല്ല, അല്ലാതെ തന്നെ ജീവിക്കുന്ന ഒരാൾ ഒരുപാട് പേരുണ്ട്. അതൊക്കെ നമ്മൾ ഈ നാട്ടിലിറങ്ങി അന്വേഷിച്ചാലേ അറിയാവൂ. ആ തരത്തിലൊക്കെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കുറേ പേര് ശ്വാസം മുട്ടി മരിക്കുന്നു, ഓക്സിജൻ കിട്ടാതെ മരിക്കുന്നു, അതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നു, ആശുപത്രികൾക്ക് തീപിടിക്കുന്നു, തീപിടുത്തത്തിൽ ആളുകൾ മരിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ തരത്തിൽ നമ്മൾ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ വരും വരാഴികളെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ ആളുകൾ ആൾക്കൂട്ടം കൂടുന്നതുകൊണ്ടാണ് ഈ രോഗം ഇങ്ങനെ പകർന്നാൽ തന്നെ മരിച്ചു പോകുന്നത്. അല്ലെങ്കിൽ വൺസ് ഇൻഫെക്റ്റഡ് ഇറ്റ് ഈസ് ദി എൻഡ് ഓഫ് യുവർ ലൈഫ് എന്നുള്ള തരത്തിൽ ഉള്ള പ്രചരണം നടത്തുന്നത്. ഇതിനൊക്കെ ശിക്ഷാർഹമായ കുറ്റങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു ട്രൂത്തിനെ പറ്റി. അതായത് ഈ ടെസ്റ്റുകളുടെ ഇനാക്യുറേറ്റാണ് ടെസ്റ്റുകളെന്ന് പറയുമ്പോൾ തന്നെ, ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് കൊണ്ട് തന്നെ നിങ്ങൾ രോഗിയാകില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു അത്യാഹിതം, ആളുകൾക്കുണ്ടാകുന്ന അനാവശ്യമായ ആപത്ഭീതി എന്തുമാത്രം വലുതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ധൈര്യമായിട്ട് പലതും ചെയ്യാൻ കഴിയും. അതിനെയെല്ലാം തടഞ്ഞു ഭയം കൊണ്ട് തടഞ്ഞു നിർത്തി നമ്മളെ വീട്ടിനുള്ളിലാക്കി. അത് പറഞ്ഞില്ലേ, ഇപ്പോൾ പാകിസ്ഥാനിലെ ആദിൽ എന്ന് പറയുന്നൊരു ഡോക്ടർ രാജിവെക്കുമ്പോൾ രാജിവെക്കൽ അയാളെ പുറത്താക്കുമ്പോൾ അയാൾ എഴുതി കൊടുത്തതാണ്. അതായത് ഗവൺമെൻറ്റൽ മെഷീനറിക്ക് ജനങ്ങളുടെ മേലൊരു കൃത്രിമമായ കമാൻഡ് ഉണ്ടാക്കുവാൻ വേണ്ടി ചെയ്ത ഒരു പ്രവർത്തനമാണ് ഈ കൊറോണ എന്ന് പറയുന്ന പ്രതിഭാസം എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞിട്ട് അവസാനം അയാൾ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളെന്നെ പുറത്താക്കുന്നു. പക്ഷേ ഞാൻ പറയുന്ന കാര്യം, അതായത് 30 വർഷമായിട്ട് ഇംഗ്ലണ്ടിലെ ഈ ഹോസ്പിറ്റലിൽ ഒരു സർജനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ പറയുന്ന ഈ കാര്യം എന്താണെന്ന് കേൾക്കാൻ എനിക്കൊരവസരം തരണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മെഡിക്കൽ അതോറിറ്റീസ് അതിനൊരവസരം കൊടുക്കാതെ അദ്ദേഹത്തെ 12 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ പറയുന്നു അദ്ദേഹത്തെ അവിടുത്തെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ കൂടെയുള്ള ഡോക്ടർമാർ പറഞ്ഞു, അദ്ദേഹം ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സർജനാണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ഇൻകം എന്ന് പറയുന്നത് ഈ ജോലിയാണ്. പക്ഷേ ബിക്കോസ് ഹീ ഈസ് ഹൈലി പ്രിൻസിപ്പിൾഡ്, എനിക്ക് മിണ്ടാതിരിക്കാം, നാവടക്കിയിരുന്നാൽ എൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാനുള്ള തുക എനിക്ക് സമ്പാദിക്കാൻ കഴിയും. നൗ ഐ ആം എൻ ഔട്ട്കാസ്റ്റ്. അതായത് ഈ മെഡിക്കൽ ഫീൽഡിൽ ഞാൻ പറഞ്ഞില്ലേ, അതാണ് ബെർണാഡ് ഷോയുടെ ബഹുമാനം തോന്നുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ ഈ പറഞ്ഞ വൈദ്യശാസ്ത്ര രംഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അന്ന് എഴുതുമ്പോൾ അന്ന് എഴുതിയത് പറഞ്ഞില്ലേ, ആൻ ഔട്ട്കാസ്റ്റ് ഇൻ ദി സൊസൈറ്റി ഓഫ് മെഡിക്കൽ മെൻ്റെ ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾ എന്നെ ഭ്രഷ്ടനാക്കിയിരിക്കുകയാണ് എന്നാണ് പാകിസ്ഥാനിലെ ഡോക്ടർ. പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ചോരയാണ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം, ഒരു ഇന്ത്യൻ ഡോക്ടർ, അതായത് ഒരു ബ്രാഹ്മിർ മുഖർജി അവിടെ നിന്നുകൊണ്ട് വേറൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഒരു പാകിസ്ഥാൻ ഡോക്ടർ, പാകിസ്ഥാനിലെ കളിക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞു, ഇന്ത്യക്ക് സഹായം എത്തിക്കണം. ഇമ്രാൻഖാൻ പറഞ്ഞു ഇന്ത്യക്ക് സഹായം എത്തിക്കണം. ഒരു ആപത്സന്ധി വരുമ്പോഴാണ്, നമ്മൾ പാകിസ്ഥാനുമായിട്ട് പല സമയത്തും യുദ്ധം ചെയ്തിട്ടുണ്ട്,
പക്ഷെ ഒരു ആപത്സന്ധി വരുമ്പോഴാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നവർ പറയുന്നത്. അവർ പറയുന്നത് ഇന്ത്യ എൻ്റെ രക്തമാണ് എന്നവർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഡോക്ടർ, ആ ഡോക്ടറാണ് പറഞ്ഞത് എന്നെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അതിൻ്റെ ആ ട്രാജഡി നിങ്ങൾ ഒന്ന് ആലോചിച്ച് തുടങ്ങും. ആ സ്ഥാനത്താണ് ഇവിടെ ഒരു ഡോക്ടർ അഷീൽ ഈ മലയാളിയുടെ പ്രബുദ്ധതയെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ദിവസം ഇരുന്നുകൊണ്ട് ഓരോ പ്രസ്താവന നടത്തുന്നത്. ഇയാൾക്ക് എന്ത് ശാസ്ത്രീയ അടിസ്ഥാനമാണ്? ഒരു വരി ശാസ്ത്രീയത ഇയാളുടെ എന്തെങ്കിലും പ്രസ്താവനയിലുണ്ട് എങ്കിലും മനസ്സിലാക്കാമായിരുന്നു. ഏതെങ്കിലും ഫോറിൻ ഏജൻസിയുടെ ടൂളായിരുന്നു കൊണ്ട് പണം പറ്റിക്കൊണ്ട് ഒരു ജനതയെ മുഴുവൻ ഒറ്റുകൊടുക്കുന്നവൻ ജനങ്ങൾക്ക് വേണ്ടി കരയുമ്പോൾ ആ കരച്ചിൽ തീർച്ചയായിട്ടും നമുക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. നാടകമാകാം. ഇത്രയും ഹീനവും ജുഗുപ്സാവഹവുമായ ഒരു നാടകത്തിൻ്റെ അഭിനേതാവ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അയാളുടെ IMA സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ട് ഇതാണ് നാട്ടുനടപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരായിത്തീരുന്നു എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടി വരും. ഇനി എനിക്ക് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഡോക്ടർ T. ജേക്കബ് ജോണും MS ശേഷാദ്രിയും പറഞ്ഞ കാര്യങ്ങളാണ്. അത് പ്രധാനപ്പെട്ട അവർ നേരത്തെ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ. അവർ CMC വെല്ലൂരിലെ ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള 2 ഡോക്ടേഴ്സാണ്, റിട്ടയർ ചെയ്തവരാണ്. അതിൽ ഒരാൾ ICMRലും ഉണ്ടായിരുന്നു. ICMR എന്ന് ചോദിച്ചാൽ ഈ മൊത്തം കുഴപ്പമല്ല, അതിനകത്ത് കുറച്ച് സെൻസിബിളായിട്ടുള്ള ഡോക്ടേഴ്സും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ICMRലൊരു പ്രധാനി അല്ലെങ്കിൽ പോലും ICMRുമായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പോൾ അവർ പറയുന്നത് ഇൻ ജനുവരി ദർ വാസ് 1 laboratory, National Institute of Virology, but today there are 1000 in India. PCR ടെസ്റ്റിനെ പറ്റി പറയുമ്പോഴാണ് the government has allowed SARS-CoV-2 polymerase chain reaction PCR testing in many government and private laboratories. In January there was 1 laboratory that was in Pune, but today there are 1000. Test validity depends on laboratory quality. വീണ്ടും പറയുന്നുണ്ട്. അവർ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പറഞ്ഞതിൻ്റെ കുറച്ചുകൂടെ ആധികാരികമായി വൈദ്യശാസ്ത്രത്തിൻ്റെ സ്വരത്തിലാണ് പറയുന്നത്. ടെസ്റ്റ് വാലിഡിറ്റി, നിങ്ങൾ നടത്തുന്ന ടെസ്റ്റുകളുടെ സാധുത, ഡിപ്പെൻസ് ഓൺ ലബോറട്ടറി ക്വാളിറ്റി, മെക്കാനിസംസ് ടു എൻഷുർ ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എക്സ്റ്റേണൽ ക്വാളിറ്റി അസസ്മെൻറ്റ് ആർ ഏർജൻ്റ്ലി റിക്വയർഡ്. ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോൾ, ആഭ്യന്തരമായിട്ടുള്ള ഗുണനിയന്ത്രണത്തിൻ്റെയും എക്സ്റ്റേണൽ ക്വാളിറ്റി അസസ്മെൻറ്റിൻ്റെയും പുറമേയുള്ള ക്വാളിറ്റി അസസ്മെൻറ്റിൻ്റെയും കാര്യത്തിൽ ഒരു നിഷ്കർഷ ഉണ്ടായേ മതിയാവൂ. എന്നിട്ട് PCR ടെസ്റ്റുകൾ ഇവിടെ നടത്തുമ്പോൾ അത് ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആണെന്ന് WHO പറഞ്ഞു. അത് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇൻ സാമ്പിൾ പ്രിപ്പറേഷൻ ഫോർ ടെസ്റ്റിംഗ്, ഞാൻ അതിലേക്ക് അവസാനം വരാം എന്ന് വെച്ചാൽ അത് വേറൊന്നായിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. എ ലബോറട്ടറി ടെക്നീഷ്യൻസ് പ്രൊഫിഷ്യൻസി ഈസ് ഇൻറ്റഗ്രൽ ടു ക്വാളിറ്റി അഷുറൻസ്. പറയേണ്ട കാര്യമില്ലല്ലോ. ലബോറട്ടറി ടെക്നീഷ്യൻ്റെ പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത് ക്വാളിറ്റി അഷുറൻസിൻ്റെ പ്രധാന ഘടകമാണ്. അവർ പറയുന്നതാണ്. നമ്മൾ 1,31,000 പേരെ ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര ലബോറട്ടറി ടെക്നീഷ്യൻസ് അതിൽ ഇൻവോൾവ് ആണ്, എത്ര പേരുടെ പ്രൊഫിഷ്യൻസിയെക്കുറിച്ചാണ് നമുക്ക് ഉറപ്പുള്ളത് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കണക്ക് മുന്നോട്ട് വയ്ക്കുമോ? വളരെ വിനയപൂർവ്വം ചോദിക്കുകയാണ്. In reliable laboratories, a positive result means that the person whose sample was tested was indeed infected. അത്രയേ ഉള്ള അർത്ഥം. പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആണെന്നേ അതിനർത്ഥമുള്ളൂ. ഫോർ റിലയബിലിറ്റി ഓൺലി ലബോറട്ടറീസ് അണ്ടർ ക്വാളിറ്റി അഷുറൻസ് ഷുഡ് ഡു ടെസ്റ്റിംഗ്. അങ്ങനെ ക്വാളിറ്റി അഷുർ ചെയ്യുന്ന ലബോറട്ടറീസിൽ മാത്രമേ ഈ ടെസ്റ്റ് നടത്താവൂ. അല്ലാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആളുകളെ കൊല്ലുകയാണ്. തെറ്റായ ടെസ്റ്റ്, തെറ്റായ ഡയഗ്നോസിസ്, തെറ്റായ രോഗനിർണയം, തെറ്റായ രോഗവ്യാപന ഭീതി, ഇതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം കോടിക്കണക്കിന് രൂപ ചിലവാക്കി വിലയ്ക്ക് വാങ്ങി വെച്ചേക്കെയാണ്. ഈ 4.5 കോടിയുടെ കണക്ക് നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ഞാൻ കോട്ട് ചെയ്തു. അതിനേക്കാളും ബഹുശതം കോടികൾക്ക് ഇന്ത്യ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട്
ചേഞ്ച് ഇൻ ICMR റൂൾസ് സ്റ്റാർട്ട്സ് COVID-19 ടെസ്റ്റ് കിറ്റ്സ് ഫ്രം ഗവൺമെൻറ് ലാബ്സ്. അതായത് ഗവൺമെൻറ് ലാബ്സ് എന്നുള്ള ടെസ്റ്റ് കിറ്റ്സിനെ അതിൻ്റെ പ്രവർത്തനത്തെ നിർത്തിവെക്കാനായിട്ട് ICMR പറയുന്നു. അത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, പക്ഷേ അതിൻ്റെ എക്സ്പാൻഷൻ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഈ ഫാൾസ് പോസിറ്റീവ് റിസൾട്ട്സ് കൊണ്ടുണ്ടാകുന്ന അപകടത്തെപ്പറ്റിയും ഫാൾസ് നെഗറ്റീവ് റിസൾട്ട്സ് ഉണ്ടാകുന്ന അപകടത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആൾസോ റീഡ് എ പ്രോട്ടോകോൾ ഫോർ പൂൾഡ് RT-PCR ടെസ്റ്റിംഗ് ഓഫ് COVID-19. Doctors should not be misled by false negative tests when COVID-19 is clinically diagnosed with specific criteria. The patient must be treated as COVID-19 and the PCR repeated. Globally, many patients with COVID-19 who are PCR negative and PCR negative on the first swab have typical appearances of COVID-19 in a chest X-ray or CT scan. അതായത് ഈ RT-PCR ടെസ്റ്റ് മാത്രമാണ് ഈ മോക്ഷത്തിലേക്കുള്ള ഏക മാർഗം എന്ന് പറയുമ്പോൾ, കൺവെൻഷനലായിട്ടുള്ള ഈ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ, ഒരു സീരിയസ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു എക്സ്റേ മതിയാവും, ഒരു CT സ്കാൻ മതിയാവും. CT സ്കാൻ വിലപിടിപ്പുള്ളതാണ്, എക്സ്റേക്ക് അത്ര വിലപിടിപ്പില്ല. നിങ്ങൾക്ക് ആരെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ സാധാരണഗതി ചെയ്യുന്ന അതാണ്, നിങ്ങളെ ന്യൂമോണിക് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. ഇതിലെന്താ അത്ഭുതം? അത് ചെയ്യുന്നതിന് പകരം വൈ ഷുഡ് യു റൺ ആഫ്റ്റർ, അതായത് യാതൊരു ശാസ്ത്രീയ സാധ്യതയുമില്ലാത്ത ഈ ഒരു കൂട്ടപ്പൊരിച്ചിലേക്ക് നിങ്ങളുടെ എടുത്തെറിയുന്നത് എന്തിനാണ് ടെസ്റ്റിൻ്റെ? അതാണ് അവിടെ വരുന്ന ചോദ്യം. അതായത് കോൺട്രറി ടു ദി പെർവേസീവ് മിസ്കൺസെപ്ഷൻ. ഞാനിത് എൻ്റെ അഭിപ്രായമായിട്ടല്ല നേരത്തെ പറഞ്ഞത്, ഇവരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. ദാറ്റ് PCR alone diagnoses COVID-19. It detects only virus infection, not the disease. അത് വൈറസ് ഇൻഫെക്ഷനെ മാത്രമേ PCR ടെസ്റ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നുള്ളൂ, ആൻഡ് നോട്ട് ദി ഡിസീസ്, നോട്ട് ദി ഡയഗ്നോസിസ്. ഡിസീസ് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഡോക്ടർ T. ജോൺ ജേക്കബും, ശരിക്കും പറഞ്ഞാൽ ആവശ്യത്തിലും അധികം ഈ തരത്തിലുള്ള ഈ വൈദ്യശാസ്ത്ര യോഗ്യതകളും അതിനേക്കാളുപരി അനുഭവ പരിചയമുള്ള രണ്ട് ഡോക്ടർമാരോട് പറയുന്നതാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇൻഫെക്റ്റഡ് ആണെന്നാണ്, നിങ്ങൾക്ക് ഡിസീസ് ഉണ്ടെന്നുള്ളതല്ല. മോസ്റ്റ് ഓഫ് ദി മീഡിയ റിപ്പോർട്ട് PCR പോസിറ്റീവ് പേഴ്സൺസ് ഇൻകറക്റ്റ്ലി ആസ് കേസസ്. അതാണ് ദിവസവും പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഡോക്ടർ T. ജോൺ ജേക്കബും AK ശേഷാദ്രിയും, രണ്ട് ഡോക്ടർമാർ പറയുന്നത്, ഈ മുഖ്യമന്ത്രിയെ പോലെയുള്ള ആൾക്കാർ അവരെയാണ് മോസ്റ്റ് ഓഫ് ദി മീഡിയ എന്ന് പറയുന്നത്. മീഡിയ റിപ്പോർട്ടൊന്നും അല്ല, ഇദ്ദേഹം മീഡിയയുടെ ആളൊന്നും അല്ലല്ലോ, ഇദ്ദേഹം മീഡിയക്കാളും വലിയ ഉയർന്ന നിലവാരത്തിലുള്ള ആളാണ്. റിപ്പോർട്ട് PCR പോസിറ്റീവ് പേഴ്സൺസ്. എന്താണ് പോസിറ്റീവ് റേറ്റ് എന്ന് പറയുന്നത്? ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് പേഴ്സൺസ് ഫോൺ പോസിറ്റീവ്. അത് തന്നെയാണ് രോഗസ്ഥിരീകരണവും. അത് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പിണറായി വിജയൻ പറയുമോ? പിണറായി വിജയൻ പറയില്ല. പക്ഷേ ഈ രണ്ട് ഡോക്ടർമാർ പറയുന്നത് ദേ ഇൻകറക്റ്റ്ലി ആസ് കേസസ്. അവരിതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് തെറ്റായിട്ട്, കേസസ് ആയിട്ട്, രോഗമുള്ളവരായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് തെറ്റാണ്. ഇന്നലെ 35,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചെങ്കിൽ, വേണമെങ്കിൽ നിങ്ങളുടെ ഈ ബോഗസ് ടെസ്റ്റിലൂടെ അങ്ങനെ തെളിഞ്ഞുവെങ്കിൽ, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അവർ ഇൻഫെക്റ്റഡ് ആണെന്ന് പറയാം. പക്ഷേ ദേ ഹാവ് നോട്ട് ബിക്കം കേസസ്, കോവിഡ് കേസസ്. അത് മിക്കവാറുമുള്ള എല്ലാ മണ്ടന്മാരും അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇത് മണ്ടന്മാർക്ക് കളിക്കാനുള്ള ഒരു വേദിയല്ല. അതുകൊണ്ട് ഒരു മണ്ടൻ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്ക്, അത് WHO പറഞ്ഞിട്ടുള്ളതാണ്. WHO എല്ലാം പറഞ്ഞില്ല, ആ ഒരു ക്രിമിനൽ ഓർഗനൈസേഷൻ, ക്രിമിനൽസ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനും പറയുന്നു എന്നുള്ള ധാർഷ്ട്യത്തോടെ എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് പറയുക, ഇത്രയും പേര് പോസിറ്റീവായി, അത്രയും പേർക്ക് തന്നെ രോഗം സ്ഥിരീകരിച്ചു എന്ന്
പറയാൻ പാടില്ല എന്ന് പറയുന്നത്. PCR പോസിറ്റീവ് ബട്ട് അസിംറ്റമാറ്റിക് സബ്ജക്ട്സ് ഡ്യൂറിങ് കോണ്ടാക്ട് ട്രേസിംഗ് ആർ ഇൻഫെക്ഷ്യസ് നോട്ട് കേസസ്. അതും പറയുന്നുണ്ട്. അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടായിരിക്കും, പക്ഷെ അവർ ഇൻഫെക്ഷ്യസ് ആണ്. അവരത്ര പെട്ടെന്ന് അവർക്ക് ഡിസീസ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ദേ ആർ നോട്ട് കേസസ്. അവർ കേസസ് അല്ല. ആ കാര്യമാണ് പിണറായി വിജയൻ്റെ കാര്യത്തിൽ നടന്നത്. ടെസ്റ്റ് നടത്തിയപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. അത് എന്തിൻ്റെ ടെസ്റ്റാണ് നടത്തിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ പച്ചവെള്ളം കോരി ഒഴിച്ചാണ് ടെസ്റ്റ് നടത്തിയെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും പോസിറ്റീവ് ആണെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിദഗ്ധന്മാരായ ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ അത് അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഹീ ഈസ് നോട്ട് എ കോവിഡ് കേസ്. അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിനത് ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് മണ്ടത്തരമൊന്നുമില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ, ജനങ്ങളുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു മണ്ടനായിട്ട് മാറുകയാണ്. പറയാൻ പാടില്ലാത്ത ഒരു കാര്യം പറയുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, വെദർ ഓർ നോട്ട് എ കൺഫർമേറ്ററി PCR ടെസ്റ്റ് ഈസ് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ സർക്കംസ്റ്റൻസസ്. ഒരു PCR ടെസ്റ്റ് വേണമോ എന്നോ വേണ്ടയോ എന്നുള്ള കാര്യം സർക്കംസ്റ്റൻസസിനെ ആധാരമാക്കിയിരിക്കും. ഡ്യൂറിങ് ദി റൂറൽ വേവ് ഓഫ് ദി എപ്പിഡമിക്, ഡോക്ടേഴ്സ് ഷുഡ് ബി കോൺഫിഡൻറ്റ് ടു ഡയഗ്നോസ് COVID-19 ഈവൻ വിത്തൗട്ട് എ PCR. അതാണ് അവർ പറയുന്നത്. എന്താണ്? ഡ്യൂറിങ് ദി റൂറൽ വേവ് ഓഫ് ദി എപ്പിഡമിക്. ഒരു എപ്പിഡമിക്കിൻ്റെ റൂറൽ വേവ് ഉണ്ടാകുമ്പോൾ ഡോക്ടേഴ്സ് ഷുഡ് ബി കോൺഫിഡൻറ്റ്. ഡോക്ടേഴ്സ് ആത്മവിശ്വാസമുള്ളവരായിരിക്കണം. ടു ഡയഗ്നോസ് COVID-19 ഈവൻ വിത്തൗട്ട് എ PCR. അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. ഒരു പകർച്ചവ്യാധി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് COVID-19 ആണോ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ കഴിയും. ഈവൻ വിത്തൗട്ട് എ PCR. ഒരു PCR കൂടാതെ തന്നെ നമുക്ക് ക്ലിനിക്കലായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഡോക്ടർമാർക്കുണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്രയും പറഞ്ഞിട്ട് അവരുടെ ഈ ഒരു എക്സ്ട്രാക്റ്റിൽ തന്നെയുള്ളൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ എടുത്തിട്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് വേറൊന്നുമല്ല, അത് ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഡ്യൂറിങ് സാമ്പിൾ പ്രിപ്പറേഷൻ ഫോർ ടെസ്റ്റിങ്ങിന് വേണ്ടി സാമ്പിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, if even one gene segment falls into the tube from the laboratory environment ഉണ്ട്. ആ ലബോറട്ടറി എൻവയോൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ജീൻ സെഗ്മെൻറ്റ് ഇതിലേക്ക് വീഴുകയാണെങ്കിൽ, ട്യൂബിനകത്തേക്ക് വീഴുകയാണെങ്കിൽ, ഈ ജീൻ സെഗ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ നേക്കഡ് ഐസ് കൊണ്ട് കാണുന്നതൊന്നുമല്ല. ഒരു ലാബാകുമ്പോഴത്തേക്ക് അവിടെ ജീൻ സെഗ്മെൻറ്റ്സ് ഉണ്ടാകാം. കാര്യം നമ്മൾ കണ്ടാമിനേഷൻ നമ്മൾ റിമൂവ് ചെയ്ത ഒരിതാണ്, ഈ തരത്തിൽ സ്റ്റെറിലൈസ് ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു ജീൻ സെഗ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിൻ്റെയൊക്കെ ഒരു RNAയോ അല്ലെങ്കിൽ ഏതിൻ്റെയൊക്കെ ഒരു സ്ട്രാൻഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു സ്ട്രാൻഡോ എന്തെങ്കിലും ഇഫ് ഇറ്റ് ഫാൾസ് ഫ്രം ദി ലബോറട്ടറി environment, if even one segment falls into the tube from the laboratory environment, it will be amplified and the test will be positive. അങ്ങനെയാണെങ്കിൽ അത് ആംപ്ലിഫൈ ചെയ്യും. ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രാൻഡായാലും, ഒരു ജനറ്റിക് സ്ട്രാൻഡായാലും മതി, അപ്പോൾ ഒരു ന്യൂക്ലിക് സ്ട്രാൻഡായാലും മതി. ആ സ്ട്രാൻഡ് ഇതിനകത്ത് വീഴുകയാണ്, ട്യൂബിനകത്ത് വീഴുകയാണെങ്കിൽ the test will be positive but false positive. അത് ഫാൾസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രം അറിയാവുന്ന ആൾക്കാർ ആധികാരികമായിട്ട് പറയുന്നതും, ശാസ്ത്രം എന്തെന്നറിയാൻ പാടില്ലാത്ത IMAക്കാരും ഡോക്ടർ അഷീലും ഡോക്ടർ ഇക്ബാലും പിന്നെ വേറെ ഈ പറഞ്ഞില്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കച്ചവടക്കാർ ഉണ്ട്. എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെട്ട് എങ്ങനെ ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനോട് ഷെയർ ചെയ്യണം, ഇത്രയും വലിയ തിക്കും തിരക്കും വരുമ്പോഴത്തേക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ കോപ്പറേഷൻ ഇല്ലാതെ നമുക്ക്
യഥാർത്ഥത്തിൽ ഗവൺമെൻറ് അതിൻ്റെ മെഷീനറി മുഴുവൻ അത് മൊബിലൈസ് ചെയ്തിട്ട് അത് അതിൻ്റേതായിട്ടുള്ള രീതി ചലിപ്പിച്ച് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നമുക്കറിയാം ഒരുവിധമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഫ്രം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ടു ഓർഡിനറി മിഡിൽ ക്ലാസ് ഹോസ്പിറ്റൽസ്, കൊച്ചു ഹോസ്പിറ്റൽസ് ജനങ്ങൾക്ക് വലിയ സഹായം ചെയ്യുന്നതാണ്. മിഡിൽ ക്ലാസ് ഹോസ്പിറ്റൽസും ഈ നഴ്സസിൻ്റെ ഇഷ്യൂ വരുന്നത് വരെ അവിടെയും ആൾക്കാർക്കെല്ലാം ഒരുവിധമൊക്കെ മര്യാദയോട് പെരുമാറുമായിരുന്നു. മറ്റുള്ളവരെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. അവർക്കിത് വീതം വെച്ച് കൊടുക്കാനുള്ള ഒരാക്രാന്തം ഈ നമ്മുടെ ചർച്ചകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കക്ഷികളുണ്ട് ഈ ഇതൊക്കെ വൈദ്യശാസ്ത്ര രംഗത്ത് നിന്നിട്ട് ഇനി വലിയ രക്ഷയൊന്നുമില്ല എന്ന് കണ്ടിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ തൊഴിലാകാമെന്ന് കരുതി വേറെ പല തൊഴിലുകളും ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഹോസ്പിറ്റൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. അവർ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. അവിടെ നിന്ന് പണം കൊയ്യുന്നവരുണ്ട്. അവർ വീണ്ടും പണം കൊയ്യാനുള്ള ഒരു സംഭവമായിട്ട് ഇതിനെ കാണുമ്പോൾ നൗ ഐ കം ടു ദി ബേസിക് ക്വസ്റ്റ്യൻ. അതായത് ഇന്ത്യയിലുണ്ടായ രണ്ടാം വേവ്, ഈ രണ്ടാം വേവ് ഇങ്ങനെ ഉണ്ടായി വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിതീവ്ര രോഗവ്യാപനം മറ്റുള്ള രാജ്യങ്ങളെക്കാളും വളരെ വേഗത്തിൽ രണ്ടാം ഘട്ടത്തിൽ ഇന്ത്യയിൽ മാത്രമായി വരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. ആ കാരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് ബ്രഹ്മർ മുഖർജിയും, അപ്പോഴാണ് തോമസ് ഐസക്കും, അപ്പോഴാണ് ഡോക്ടർ അഷീലും, അപ്പോഴാണ് ഡോക്ടർ ഇക്ബാലും, അപ്പോഴാണ് ജോൺ ബ്രിട്ടാസും ഒക്കെ പ്രസക്തമായിട്ട് തീരുന്നത്. കാരണം അവരൊക്കെ പണി ചെയ്യുന്നത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾക്കോ ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കോ വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വിവരം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിൽ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുമെന്ന് വിചാരിക്കുന്നു. അതായത് CDC ജനങ്ങൾക്ക് ആയിട്ട് തയ്യാറാക്കി കൊടുത്ത ടെസ്റ്റ് കിറ്റ്സിൽ വൈറസ് ഉണ്ടായിരുന്നു. അത് മനഃപൂർവമല്ല എന്ന് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഇത്രയധികം ഇപ്പോൾ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ CDC ആരുടെയും പിന്നിലല്ല. അങ്ങനെ അവിദഗ്ധന്മാരായ ആരുമല്ല അവിടെ ഇരിക്കുന്നത്, അവിടുത്തെ ലാബിലിരിക്കുന്നതല്ല. എന്നിട്ട് ആദ്യം ഈ ടെസ്റ്റിൻ്റെ കിറ്റ്സ് തയ്യാറാക്കി കൊടുക്കുമ്പോൾ കിറ്റ്സിൽ വൈറസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കിറ്റ്സ് കണ്ടാമിനേറ്റഡ് ആയിരുന്നു എന്താണ് ഞാൻ ഇന്നലെ ഒരു ഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ട് അതിനെപ്പറ്റി ഫെഡറൽ ഏജൻസി നടത്തിയ ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ റിപ്പോർട്ടും റോയിട്ടറിൻ്റെ കമൻറ്റും എല്ലാം വായിച്ച് കേൾപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ടെസ്റ്റ് ഒരു ഇൻഫെക്റ്റഡ് ടെസ്റ്റാണ്. ഇവിടെ പല ടെസ്റ്റുകൾ നമ്മൾ തിരിച്ചു കൊടുത്തു, ടെസ്റ്റ് കിറ്റുകൾ പലതും തിരിച്ചു കൊടുത്തു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഈ രണ്ടാം വേവിന് ഇത്രയധികം വ്യാപനമുണ്ടായത് പുതിയ തരം ഇറക്കുമതികൾ ആഫ്രിക്കയിൽ നിന്ന് വന്നതുകൊണ്ടോ ഡബിൾ മ്യൂട്ടേഷൻ സംഭവിച്ചതുകൊണ്ടോ ആകണമെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പരിശോധിച്ച് തിട്ടപ്പെടുത്തിയാണ്. അതാണ് പറഞ്ഞത്. ഇപ്പോൾ ബൾഗേറിയയിൽ നിന്ന് ഒരാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയായിട്ട് നിങ്ങൾക്കൊരു സിമ്പിൾ ഇൻസ്റ്റൻസ് പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു കൊറോണ വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇപ്പോൾ ഈ കോഷിൻ്റെ ആ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനിടയ്ക്ക് ഇതിൻ്റെ ഡബിൾ മ്യൂട്ടേഷനെ പറ്റിയും അത് ആഫ്രിക്കൻ വെറൈറ്റിയെ പറ്റിയും മറ്റുള്ള വെറൈറ്റിയെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുകയാണ്. അതൊക്കെ കപ്പൽ കയറിയും വിമാനം കയറിയും ഒക്കെ കേരളത്തിൽ വന്നു. രണ്ടാം ഈ വേവിൽ ഇതൊക്കെ വന്നതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ അതിവ്യാപനം ഉണ്ടാകുന്നത്, അതിൽ പലതും അപകടകാരികളാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറെ വളരെ രസകരമായൊരു കാര്യമുണ്ട്. എല്ലാവരും തലകുലിക്ക് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് തരുന്ന ടെസ്റ്റ് കിറ്റ്സ് ഡെഫിഷ്യൻ്റ് ആണെന്നെങ്കിലും നമ്മൾ സമ്മതിക്കണം. കുറ്റമറ്റ ഡെഫിഷ്യൻ്റ് കിറ്റ്സ് അല്ല നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കിറ്റ്സിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പ്രൈമേഴ്സും ന്യൂക്ലിയോടൈഡ് പ്രോബ്സും ഉണ്ടാകും, കൺട്രോൾ മെറ്റീരിയൽ ഉണ്ടാകും, ആംപ്ലിഫിക്കേഷൻ റിയേജൻ്റ് ഉണ്ടാകും, സ്ട്രിപ്സ് ഓഫ് ട്രാൻസ്പെറൻറ്റ് റീപ്ലേസ്മെൻറ്റ് ട്യൂബ് ഉണ്ടാകും. അതായത് ഇതിനകത്ത് ആംപ്ലിഫിക്കേഷനും കൺവെർഷനും ഒക്കെ നടക്കുന്നുണ്ട്.
അപ്പോൾ അതിന് ട്രാൻസ്ക്രിപ്റ്റേസ് ഉണ്ടാകും, ട്രാൻസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, RNA DNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, RNA ഫ്രീ PCR ട്യൂബ്സ് ഉണ്ടാകണം, DNA ഡീഗ്രഡേഷൻ സൊല്യൂഷൻ ഉണ്ടാകണം. ഇപ്പോൾ ആൻറ്റിജനിൽ തന്നെയാണെങ്കിലും അതിൻ്റെ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഇൻഫെക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, അതിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജനറ്റിക് എലമെൻറ്റ് അതിനകത്ത് നിന്ന് വീണ് വന്നു കഴിഞ്ഞാൽ അതിലാകെ കിട്ടുന്നതാണ്, അതാണ് കിട്ടുന്നത്. എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇതിനകത്ത് വരുന്നത് എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം, രണ്ടാം ഘട്ടത്തിൽ ഇന്ത്യയിൽ മാത്രം അതിവ്യാപനമുണ്ടായി എന്ന് ചോദിച്ചാൽ, രണ്ടാം ഘട്ടത്തിൽ നമ്മൾ വാങ്ങിക്കൂട്ടിയ ടെസ്റ്റ് കിറ്റുകൾ കണ്ടാമിനേറ്റഡ് ആയിരുന്നു, ഇൻഫെക്റ്റഡ് ആയിരുന്നു, ഇറ്റ് കണ്ടെയ്ൻഡ് വൈറസ് എന്നാണ് അതിൻ്റെ ഉത്തരം. അതാണ് അതിവ്യാപനത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായ ഉത്തരമാണെന്ന് ഞാൻ പറയുന്നു. അല്ല എന്ന് ഡിസ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? അതായത് നിങ്ങൾ ഇവിടെ പ്രയോഗിച്ച ഈ ടെസ്റ്റ് കിറ്റുകൾ ഫുൾ പ്രൂഫ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് ഒരാൾക്ക്, ഈ പറഞ്ഞില്ലേ, ഈ ഉദിച്ചു നിൽക്കുന്ന മധ്യാഹ്ന സൂര്യൻ്റെ താഴെ നിന്നുകൊണ്ട് ഇതിൻ്റെ ക്രൂരതയും ഇതിൻ്റെ ക്രൗര്യവും വിവശതയും കൊണ്ട് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ കണ്ണീരിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട്, അവരുടെ മാനസിക വൈവശ്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ജീവനോപാധികൾ നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിൻ്റെ നിരാധാരമായ നിരാലംബമായ വിലാപങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരാൾക്ക് പറയാൻ പറ്റുമോ, നിങ്ങളിവിടെ വരുത്തി വിൽക്കുന്ന ദിവസവും ലക്ഷക്കണക്കിന് ടെസ്റ്റുകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ആ ടെസ്റ്റുകൾ കണ്ടാമിനേറ്റഡ് ഇൻഫെക്റ്റഡ് ടെസ്റ്റുകളല്ല എന്നും, ആ ഇൻഫെക്റ്റഡ് ടെസ്റ്റുകളിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ കൊറോണ വൈറസ് തന്നെ ഉണ്ടാവണമെന്നില്ല, ഏതെങ്കിലും ഒരു ജനറ്റിക് എലമെൻ്റ് എവിടെ നിന്നെങ്കിലും വീണാൽ മതി. അത് പറഞ്ഞില്ലേ, അത് അവിടെ CDC-കാരൻ പറയുന്ന ന്യായം, ദി കണ്ടാമിനേഷൻ ഓഫ് ടെസ്റ്റ് മോസ്റ്റ് ലൈക്ലി ഒക്കേർഡ് ഇൻ ദി CDC's റെസ്പിറേറ്ററി വൈറസ് ഡയഗ്നോസ്റ്റിക് ടേബിൾ. റെസ്പിറേറ്ററി വൈറസിനെ ഡയഗ്നോസ് ചെയ്യുന്നൊരു ടേബിളുണ്ട്, അതിനകത്ത് ഇത് തന്നെ ഉണ്ടാവണമെന്നില്ല. റെസ്പിറേറ്ററി വൈറസ് വേറെ പലതിനും ഉണ്ട്, റെസ്പിറേറ്ററി ഡിസീസിന്. അതിനെ ഡയഗ്നോസ് ചെയ്യുന്ന ടേബിളിൽ നിന്ന് കണ്ടാമിനേഷൻ ഉണ്ടായി, അങ്ങനെയാണ് ആ വൈറസ് ഇതിനകത്ത് കയറി പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വൈറസ് ആവണമെന്നില്ല, കൊറോണ വൈറസ് ആവണമെന്നില്ല. ദേർ ഈസ് എ വൈറസ്. റെസ്പിറേറ്ററി ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ട ആ രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യുന്നൊരു ടേബിളിൽ നിന്ന് ഇവർ ഈ ടെസ്റ്റ് കിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു വൈറസ് കൂടി ഇതിനകത്തോട്ട് കയറി. അത് എന്തിൻ്റെ വൈറസും ആകാം. ഈ പറഞ്ഞില്ലേ, ജലദോഷം എന്ന് പറയുന്നതും ഒരു റെസ്പിറേറ്ററി ഡിസീസാണ്. നമ്മുടെ വായുവിൽ കൂടി പടരുന്ന ഒരു വൈറസാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതൊരു വൈറൽ ഡിസീസാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ശ്വാസകോശങ്ങളെ ബാധിക്കുന്നു, പിന്നെ അത് വേറെ തരത്തിൽ പ്രവർത്തിക്കുന്നു. നമുക്ക് പലതരത്തിലുള്ള ശ്വാസകോശ രോഗം ഉണ്ടാകുന്നു, COPD ഉണ്ടാകുന്നു, ആസ്മ ഉണ്ടാകുന്നു. അവസാനം പറഞ്ഞില്ലേ, നമ്മൾ ഹൈപ്പോക്സിയയിൽ വരെ എത്തിച്ചേരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡെത്ത് ഉണ്ടാകാൻ വേണ്ടിയുള്ള കോസ് ഉണ്ടാകുന്നു. ഇതൊക്കെ ഈ കൊറോണ വൈറസിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. അതിനെ പരിശോധിക്കുന്ന ഒരു ടേബിളിൽ നിന്ന് ഉണ്ടായ ഒരു കോറസാണ് ഈ ടെസ്റ്റ് കിറ്റ്സിൽ. അതായത് ഒരു ടെസ്റ്റ് കിറ്റിൽ 48 എണ്ണമാണുള്ളത്. ഈ PCR-ൻ്റെ 48 ടെസ്റ്റിന് വേണ്ടിയുള്ള ഈ ഉപകരണങ്ങളാണ് അതിനകത്ത് ഉള്ളത്, ഒരു ടെസ്റ്റ് കിറ്റിനുള്ളിൽ. അപ്പോൾ ഒരു ടെസ്റ്റ് കിറ്റിനുള്ളിൽ ഈ വൈറസ് പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകും. അത് എന്തിൻ്റെയെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കും. എന്തായാലും അത് കാണുമ്പോഴത്തേക്ക് അവർ പറഞ്ഞതുപോലെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ യാതൊരു പാടുമില്ല. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വൈകുന്നേരം 6 മണിക്കാകുമ്പോഴത്തേക്ക് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യും, അല്ലെങ്കിൽ 5:30 മണി സമയമാകുമ്പോഴത്തേക്ക് ഇൻ്റർപ്രിട്ടേഷൻ കൃത്യമായിട്ട് നടക്കും. അതാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ രണ്ടാം വേവ് ഇത്രയും അതിതീവ്രമായ വ്യാപനമുണ്ടായെങ്കിൽ, മാർച്ച് മാസത്ത് മുതൽ വ്യാപനമുണ്ടായെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തത് ഏതെല്ലാം കമ്പനികളിൽ നിന്നാണ്? അതിൽ ഡെലിബറേറ്റായിട്ട് ഈ ബ്രഹ്മർ മുഖർജി ഈ തരത്തിലൊരു പ്രൊജക്ഷൻ തീസിസ് ഉണ്ടാക്കണമെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് കിറ്റ്സ് ഇവിടെ വിൽപ്പനയ്ക്ക് ഇറക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ബ്രഹ്മർ മുഖർജി മിച്ചിഗൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നു കൊണ്ട്
ഇത് അവർ കണക്ക് ഏതാണ്ട് ഒത്തു വരുന്നുണ്ട്. ഇപ്പോൾ 3.4 ലക്ഷമായി. മെയ് മിഡിലാകുമ്പോഴത്തേക്ക് 5 ലക്ഷമാകുമെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർക്കുറപ്പുണ്ട്. കാര്യം ചില ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ തരത്തിൽ വൈറസ് ഉള്ള ടെസ്റ്റ് കിറ്റ്സ് ആണ് ഇന്ത്യ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ഈ ടെസ്റ്റ് കിറ്റുകൾ ഇവിടെ എന്തുകൊണ്ട് ഏപ്രിൽ 6 വരെ ഇവിടെ പടർന്ന് കത്തിയില്ല എന്ന് ചോദിച്ചാൽ, അന്ന് വരെ അത് ഒതുക്കി വെച്ചിരുന്നു, പുറത്തെടുത്തില്ല ആ ടെസ്റ്റ് കിറ്റുകൾ. ഏപ്രിൽ 6 കഴിഞ്ഞപ്പോഴത്തെ ഈ ടെസ്റ്റ് കിറ്റുകൾ അങ്ങ് പുറത്തെടുത്തപ്പോൾ ഈ പൊള്യൂട്ടഡ്, കണ്ടാമിനേറ്റഡ്, അതായത് വിത്ത് വൈറസ് പ്രസൻസ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് എന്ന് പറയുന്ന ഈ ടെസ്റ്റ് കിറ്റുകൾ പിൻവലിക്കാനുള്ള ഔചിത്യവും മര്യാദയും ഇവിടം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഉണ്ടായില്ല എങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ കോടതി നടപടികളുണ്ടാകുമെന്ന് ഞാൻ പറയുന്നത്. ഒരു നമ്പിനാരായണനെ പോലും ഈ അവാർഡ് കൊടുത്ത് വിട്ട ഒരു കോടതിയാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കോടതി ഉണ്ടെന്നോ ന്യായം ഉണ്ടെന്നോ നീതി ഉണ്ടെന്നോ ഞാൻ പറയില്ല. പക്ഷേ മനുഷ്യന് എരിയുന്ന ഒരു മനസാക്ഷി ഉണ്ടെന്നും ഇവിടെ ജീവിതങ്ങളുണ്ടെന്നും കുഞ്ഞുങ്ങൾക്ക് അവരുടെ പള്ളിക്കൂടങ്ങൾ തിരികെ വേണമെന്നും അവർക്ക് അവരുടെ ജീവിതം തിരികെ വേണമെന്നും അവരുടെ കളിപ്പാട്ടങ്ങൾ തിരികെ വേണമെന്നും അവരുടെ പാഠപുസ്തകങ്ങൾ തിരികെ വേണമെന്നും അവരുടെ സൗഹൃദങ്ങൾ തിരികെ വേണമെന്നും മുതിർന്നവർക്കും വൃദ്ധർക്കും. അപ്പോൾ ഞാൻ ബ്ലേക്കിൻ്റെ വരികളാണ് പറയുന്നത്. അതായത് മുതിർന്നവരുടെ യുക്തിബോധം കൊണ്ട് സമ്പന്നമായ വാക്കുകളും കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളും 2 ഋതുക്കളുടെ ദാനങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളും മുതിർന്നവരുടെ, അതായത് വാർദ്ധക്യത്തിലെത്തിയവരുടെ യുക്തി ജ്ഞാനമുള്ള വചനങ്ങളും 2 ഋതുക്കളുടെ ദാനങ്ങളാണ്, ഉൽപ്പന്നങ്ങളാണ് എന്ന് വില്യം ബ്ലേക്ക് പറയുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ കഴുത്തുമുറുക്കുന്ന കീചകന്മാർ വിവരശൂന്യത കൊണ്ട് ഇങ്ങനെ ടെസ്റ്റുകൾ വാങ്ങിച്ചു കൂട്ടുകയും 4-5 കോടിയുടെ കഥയാണ് ഒരു പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. എത്ര കോടികളെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ ആ മെഡിക്കൽ കൗൺസിലിനോട് ചോദിച്ചാൽ അറിയാം എത്ര കോടി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, എവിടെ നിന്നെല്ലാം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, അതെവിടെയൊക്കെ കൊടുത്താണ് വിൽക്കുന്നത്, ആരൊക്കെയാണ് അതിൻ്റെ വിൽപ്പനക്കാർ, വിൽപ്പനയുടെ കമ്മീഷൻ എത്രയാണ്, ആ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കൊക്കെയാണ് പണം കിട്ടുന്നത്, അതൊക്കെ ഒരു പക്ഷേ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ മനുഷ്യൻ്റെ ജീവൻ കൊണ്ട് കളിക്കുകയാണ്. ജീവൻ മാത്രമല്ല, മനുഷ്യൻ്റെ ജീവിത ഭാവി കൊണ്ട് കളിക്കുകയാണ്. ഇത് അപകടകരമായ കളിയാണ് എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുകയാണ്. 2-ാം തീയതി നിങ്ങൾ ജയിച്ചു വരുന്നത് ഈ ഒരു അഹങ്കാരത്തിൻ്റെ പേരിലാണെന്ന്. ഇത്രയും ജനങ്ങളെ നിങ്ങളൊരു ഒരു കണ്ടാമിനേറ്റഡ് ടെസ്റ്റ് കിറ്റിൻ്റെ പ്രയോഗം കൊണ്ട് മലർത്തി അല്ലെങ്കിൽ മലർത്തി അടിച്ചു എന്നുള്ളതിൻ്റെ അഹങ്കാരമാണ് നിങ്ങളുടെ വിജയമെങ്കിൽ, അതാണ് നിങ്ങളുടെ പായസ സദ്യയ്ക്ക് ആധാരമെങ്കിൽ, ആ പായസത്തിനേക്കാളും നല്ലത് മനുഷ്യൻ്റെ വിസർജ്യം ഭക്ഷിച്ച് ജീവിക്കുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.